വായിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശമൂവേൽ തൈലക്കൊമ്പെടുത്തു, സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദാവീദിനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന് മേൽ വന്നു. അനുഗ്രഹീതമായൊരു വേടാണ്. സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 16 അധ്യായം 13 വാക്യത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ശമൂവേൽ തൈലക്കൊമ്പെടുത്തു, സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദാവീദിനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായി പോകുന്നത് അനോയിന്റിങ്ങിനെ കുറിച്ചാണ്, അഭിഷേകത്തെ കുറിച്ചാണ്. സ്തോത്രം. എത്ര പേർക്ക് കേൾക്കാൻ ആഗ്രഹവും ഹൃദയത്തിനകത്തൊരു സന്തോഷമുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം. അഭിഷേകം ചെയ്യപ്പെട്ട ദൈവപൈതലാണോ കുഞ്ഞെ? നീ രക്ഷപ്പെട്ടു, നീ ജയിച്ചു, നീ തോറ്റവനല്ല, നീ ജയിച്ചവനാണ്. ഹല്ലേലൂയ. അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദ് എവിടെയും തോറ്റ ചരിത്രമില്ല. അവൻ ജയിച്ച ജയാളിയായി മുന്നേറുകയായി. കർത്താവിന് സ്തോത്രം. നീണ്ട 40 വർഷക്കാലം ഹല്ലേലൂയ ഇസ്രായേലിന്റെയും സ്തോത്രം, അപ്പോൾ തന്നെ ഹല്ലേലൂയ സ്തോത്രം യഹൂദയുടെയും ഒന്നിച്ച് സ്തോത്രം ആ രണ്ട് രാജ്യങ്ങളെ, അന്ന് രാജ്യങ്ങൾ രണ്ടായിരുന്നില്ല, സ്തോത്രം, ഒന്നിച്ച് ഭരിച്ച അനുഗ്രഹീതനായ സ്തോത്രം ഒരു രാജാവായിരുന്നു താന്. സ്തോത്രം. ദാവീദ്. ഹല്ലേലൂയ. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സ്തോത്രം, ഈ ദാവീദ് ഹല്ലേലൂയ സ്തോത്രം ചെറിയ ബാലനായിരുന്നു. ആ ബാലനായിരുന്ന സമയത്ത് സ്തോത്രം ഹല്ലേലൂയ ദാവീദ് ഇങ്ങനെ ആയിത്തീരുമെന്ന് അവന്റെ അപ്പൻ ചിന്തിച്ചില്ല, അവന്റെ അമ്മ ചിന്തിച്ചില്ല. ഹല്ലേലൂയ. അവന്റെ പ്രിയപ്പെട്ടവർ, സഹോദരന്മാരാരും ചിന്തിച്ചില്ല അവൻ ഇങ്ങനെ ആയിത്തീരുമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വിശാലമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. ചേർന്ന് രാമൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ചേർന്ന് രാമൻ പറഞ്ഞാട്ട്. സ്തോത്രം. നമ്മുടെ മക്കളെ കുറിച്ച് വിശാലമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് സ്തോത്രം, പേഴ്സണൽ ആയിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് വിശാലമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? കർത്താവേ, ഞാൻ കൃമിയാണ്, പുഴുവാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ബലഹീനനാണ്. നമ്മൾ പറയുന്നതാ സംഭവിക്കുന്നത് കേട്ടോ. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ പറയണം, പറയുമ്പോൾ ഇങ്ങനെ പറയണം: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. അനുഗ്രഹീതമായ വചനങ്ങളാണ് വേദപുസ്തകത്തിന്റെ. സ്തോത്രം. അത് നിറകുടമായിരിക്കുകയാണ് ദൈവവചനത്തിനകത്ത്. അതുകൊണ്ട് സ്തോത്രം, എവിടെ തപ്പിയാലും ബ്ലെസ്സിങ്സിന്റെ വേർഡുകൾ നമുക്ക് കിട്ടാതിരിക്കത്തില്ല. അതുകൊണ്ട് പറയുന്നത് മുഴുവൻ എന്തായിരിക്കണം? ജീവനായിരിക്കണം. ഹല്ലേലൂയ. പറയുന്നത് മുഴുവൻ ബ്ലെസ്സിങ്സ് ആയിരിക്കണം. പറയുന്നത് മുഴുവൻ അനുഗ്രഹമായിരിക്കണം. ഹല്ലേലൂയ. തോൽവിയെ കുറിച്ച് പറയരുത്. സ്തോത്രം. ജയത്തെക്കുറിച്ചായിരിക്കണം നമ്മൾ പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു ജയമായിരിക്കും. നമ്മുടെ ശുശ്രൂഷ ഒരു ജയമായിരിക്കും. സ്തോത്രം. നമ്മുടെ കുടുംബം ഒരു ജയമായിരിക്കും. അത് പരാജയമാകത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇനി ശ്രദ്ധിച്ചാട്ടെ, ദാവീദ് ഒരു കൊച്ചു ചെറുക്കനായിരിക്കുമ്പോൾ ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നത്, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ദൈവം എന്ത് ചെയ്തു? ദാവീദിനെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഇന്ന് ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന എത്ര ദൈവമക്കൾക്ക് അറിയാം, സ്തോത്രം, എന്നെ ദൈവം തിരഞ്ഞെടുത്തത് ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ല, പിന്നെയോ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുന്നമേ ദൈവം എന്നെ കണ്ടതാണ്. ഹല്ലേലൂയ. ദൈവം എന്നെ അറിഞ്ഞതാണ്. ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ മേൽ കിടക്കുന്ന കോളിംഗ് ഇന്നലെ വെളിപ്പെട്ടതല്ല, പിന്നെയോ സ്തോത്രം, നീ ജനിക്കുന്നതിന് മുന്നമേ ഹല്ലേലൂയ നിന്നോട് സ്തോത്രം ബന്ധപ്പെട്ട് ദൈവത്തിന് ഭയങ്കരമായ നിയോഗങ്ങൾക്കായി മാറാനുണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇനിയും മറ്റൊരു കാര്യം ഇങ്ങനെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുന്നമേ ഹല്ലേലൂയ ദൈവം കണ്ടതാണ്. ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുന്നമേ ദൈവം നമ്മെ കണ്ടതാണ്. ഹല്ലേലൂയ. ചേർന്ന് രാമൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോ ദൈവത്തിന് നമ്മെ നന്നായി അറിയാം. ഹല്ലേലൂയ. നമുക്കറിയത്തില്ല പലപ്പോഴും നാം എവിടം വരെ എത്തണമെന്ന്. പക്ഷേ ദൈവത്തിന് അറിയാം, കുഞ്ഞെ, നീ എവിടം വരെ എത്തണമെന്ന്. ദൈവം എത്തിക്കുന്നിടത്ത് ദൈവം എത്തിച്ചിരിക്കും. 2025 ഞാൻ നിങ്ങളോട് ആത്മാവിൽ പ്രവചിക്കാം, ദൈവം നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് ദൈവം നിങ്ങളെ എത്തിച്ചിരിക്കും. ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഈ ദൂതുകളോട് ആത്മാവിൽ ഒന്ന് പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ ഈ വചനത്തെ ഒന്ന് റിസീവ് ചെയ്ത് ഹല്ലേലൂയ ആത്മശക്തിയോടെ ഒന്ന് പ്രതികരിച്ചാട്ടെ. സ്തോത്രം. നീ തോൽക്കത്തില്ല, നീ എവിടെയും എത്താതിരിക്കത്തില്ല. ദൈവം നിന്നെ എത്തിക്കേണ്ടടുത്ത് കുഞ്ഞെ നീ എത്താനിടയായി തീരും. ഹല്ലേലൂയ
രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു. ആത്മാവിന്റെ ശക്തി ഈ മിനിറ്റുകൾ തുടങ്ങി ഈ പ്ലാറ്റ്ഫോമിനെ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. ഈ മിനിറ്റുകൾ തുടങ്ങി ദൈവാത്മാവ് ശുശ്രൂഷകളെ കയ്യേൽക്കേണ്ടതിന് ദൈവത്തോട് ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. റബാന ശംദന രഗന അർദ്ധൂരമാന ധീരകൽക്കഥ രഗശ രകൽക്കഥന രഗത. ഹാലേലൂയ, 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 ഹാലേലൂയ. കുഞ്ഞെ, നിന്റെ ഭാവി പ്രവചിക്കാനല്ല ഇന്ന് ഇവിടെ ശുശ്രൂഷ നടക്കുന്നത്. പകരം നീ ആരായി തീരുമെന്ന്, ഹാലേലൂയ, ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതികളെ നിന്നെ ഓർപ്പിക്കേണ്ടതിനാണ് ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് സ്തോത്രം ഈ മീറ്റിംഗിനകത്തുള്ള സകലരോടും ഈ ദൂത് ഒരുപോലെ കൈമാറുകയാണ് യേശുവിന്റെ നാമത്തിൽ. രക്തത്താൽ ജയമെടുക്കുന്നു. സ്തോത്രം. ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടു. സ്തോത്രം. ദാവീദ് എവിടെ വെച്ച അഭിഷേകം ചെയ്യപ്പെട്ടത്? ദാവീദ് കാട്ടിലായിരുന്നു, മൃഗങ്ങളോടുകൂടെ ആയിരുന്നു. സ്തോത്രം. വളർത്ത മൃഗങ്ങളോടുകൂടെ, ആടുകളോടുകൂടെ അതിനെ മേയിച്ചും പരിപാലിച്ചും നടന്നിരുന്ന ഒരു ദാവീദ്. ആടുകൾ എവിടെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ദാവീദ് ഉണ്ടായിരിക്കും. ആടുകൾ വീട്ടിലാണെങ്കിൽ ദാവീദും വീട്ടിലാണ്, ആടുകൾ കാട്ടിലാണെങ്കിൽ ദാവീദും കാട്ടിലാണ്. ഇങ്ങനെ ഒരു പരുവത്തി നടന്ന ഒരു ചെറിയ ചെറുക്കൻ, ചെറിയൊരു പയ്യൻ, അല്ലെ? സ്തോത്രം. അവൻ ആരായി തീർന്നു? ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ കൊടുക്കുവാണെങ്കിൽ നീ ആരായി തീരുവെന്ന് പ്രവചിക്കാൻ ലോകത്തിന് കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ദൈവകരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിച്ച അടിയൻ ഇതാ അപ്പ എന്ന് പറയാൻ ഈ മീറ്റിങ്ങിനകത്ത് ആരുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നിന്നെ ഉപയോഗിക്കുന്നതിന് പരിധികളും പരിമിതികളും ഉണ്ടായിരിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. അസാധാരണമായി ഇതിനകത്ത് നിന്ന് ദൈവം തന്റെ ജനത്തെ എഴുന്നേൽപ്പിക്കാനിടയായി തീരും. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ യോങ്കിച്ചോ എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദൈവദാസനെ നിങ്ങൾക്കറിയാം, അല്ലെ? ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ചർച്ചിൽ എത്ര പേരുണ്ടായിരുന്നു എന്നറിയാമോ? 5 കുടുംബമാണ്. 5 പേര്. 5 പേരുമായിട്ടാണ് അദ്ദേഹം ഏറെ നാളുകൾ ശുശ്രൂഷ ചെയ്തു പോകുന്നത്. പക്ഷെ പിന്നീട് ഹല്ലേലൂയ അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ 18 ലക്ഷത്തിലധികം ദൈവമക്കൾ കൂടുന്ന ചർച്ചിന്റെ പാസ്റ്ററായി ആ മനുഷ്യൻ മാറി. ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുന്നത് എത്രത്തോളാണെന്നറിയോ? ഹല്ലേലൂയ. ഒരു ബലൂൺ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അതിനകത്ത് എയർ ഇല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? അത് സ്തോത്രം വലിപ്പമൊന്നും കാണത്തില്ല, അല്ലെ? ഏകദേശം ഇത്രയൊക്കെ കാണത്തുള്ളൂ. പക്ഷെ ഊതി വീർപ്പിച്ച് കഴിയുമ്പോൾ എത്ര ഉണ്ടാവും? ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വന്നാൽ ഹല്ലേലൂയ നമ്മുടെ വലിപ്പം വർദ്ധിക്കും. ഹല്ലേലൂയ നമ്മുടെ പേര് വലുതാകും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മെ ജനം അറിയാൻ തുടങ്ങും. ഹല്ലേലൂയ നമ്മുടെ ശുശ്രൂഷകൾ വിശാലമാകും. ഹല്ലേലൂയ. ഒരു ബലൂൺ വീർത്തു വരുന്നത് പോലെ സ്തോത്രം നിന്റെ ആത്മീക തലങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആത്മാവിന്റെ ശക്തി പ്രാപിച്ചോണം. ഹല്ലേലൂയ. സ്തോത്രം. എത്രത്തോളം നിറയ്ക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നതും ആഗ്രഹിക്കുന്ന കുഞ്ഞെ, സ്തോത്രം, അത് നിന്റെ ആഗ്രഹത്തിന് ഒത്തവണ്ണം ആകരുത്, ദൈവത്തിന്റെ ആഗ്രഹത്തിന് ഒത്തവണ്ണം ആയിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് അറിയാം എത്രത്തോളം ഫില്ല് ചെയ്യണമെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും എന്നെയും നിങ്ങളെയും എത്രത്തോളം ഫില്ല് ചെയ്യണമെന്ന് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. അത് ശ്രേഷ്ഠമായി ദൈവം ചെയ്യും. കർത്താവിന്റെ മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, ഈ ദാവീദ് എന്ന് പറയുന്ന ചെറിയ പയ്യൻ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ കാട്ടിൽ കിടക്കുകയാണ്. ഈ സമയത്താണ് ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകൻ, ശമൂവേൽ പ്രവാചകൻ, ദാൻ മുതൽ ബേർഷേബ വരെ അറിയപ്പെടുന്ന അനുഗ്രഹീതനായ പ്രവാചകൻ, ഇസ്രായേലിനെ പരിപാലിച്ചു കൊണ്ടിരുന്ന പരിപാലകനായ, ആ സമയങ്ങളിൽ ഇസ്രായേലിന്റെ നായകനായിരുന്ന ശമൂവേൽ, സ്തോത്രം, ഹല്ലേലൂയ, താൻ തൈലക്കൊമ്പും എടുത്ത് സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദാവീദിനെ അഭിഷേകം ചെയ്യും. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞെ, നിനക്ക് വേണ്ടി ഒരു തൈലക്കൊമ്പ് വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കുഞ്ഞെ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു തൈലക്കൊമ്പ്, ഹല്ലേലൂയ, സ്തോത്രം, അത് ആരുടെ മേൽ വീഴുമെന്നുള്ളത്, ആരുടെ മേൽ വീഴുമെന്നുള്ളത് നോക്കി നിൽക്കുന്ന കുഞ്ഞെ, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ തലമേൽ അത് ഒഴിക്കുന്ന സമയം വരുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യർ പലരെയും പ്ലാൻ ചെയ്ത്
മനുഷ്യർ പലരെയും ചിന്തിച്ചു വെച്ചിട്ടുണ്ട്, ഇവരെയാ കർത്താവ് ഉപയോഗിക്കാനായി പോകുന്നതെന്ന്. നോ, ഹല്ലേലൂയ. നമ്മുടെ ദൃഷ്ടിയിൽ ഇല്ലാത്തവരെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഈ മീറ്റിങ്ങിനോട്, ഈ ഈ ഈ രഹോബോത്ത് എന്ന് പറയുന്ന മിനിസ്ട്രിയോട് ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ലോകം അറിയപ്പെടുന്നവരെ ആയിരിക്കത്തില്ല ദൈവം ഉപയോഗിക്കുന്നത്. അത് കുഞ്ഞെ നിന്നെ ആയിരിക്കാം, നിന്റെ മിനിസ്ട്രി ആയിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദേ, നീ ഒരു ചെറിയ ചെറുക്കനാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവർ ഒത്തിരി പേരുണ്ട്. പക്ഷെ ദൈവം നിന്നെ മാറ്റി നിർത്തിയിട്ടില്ല. ദൈവത്തിന്റെ ലിസ്റ്റിൽ കുഞ്ഞെ ആദ്യത്തെ പേരുകാരി കുഞ്ഞെ നീയാണ്, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആദ്യത്തെ പേരുകാരിയായിട്ട് മാറണം. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ്, കാട്ടിൽ കിടന്ന ദാവീദ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ ശ്രദ്ധിച്ചാട്ടെ, സ്തോത്രം. ശമൂവേൽ വന്നു, അപ്പന്റെ ഭവനത്തിലേക്ക് വരികയാണ്, ഇശായിയുടെ ഭവനത്തിലേക്ക് വന്നു. അവിടെ 7 ചേട്ടന്മാര് നിവർന്നു നിൽക്കുകയാണ്, നല്ല നെഞ്ചൊക്കെ വിരിച്ച്, അല്ലെ, നല്ല നല്ല സോൾജിയസ് ആയ പട്ടാളക്കാരായ 7 പേര്, നല്ല ചെറുപ്പക്കാര് നിൽക്കുക. ഹല്ലേലൂയ. ഇശായി പറഞ്ഞു, ഓരോരുത്തരും വന്ന് തൈലക്കൊമ്പ് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന, സ്തോത്രം, ഹല്ലേലൂയ, ശമൂവേലിന്റെ അരികിൽ വന്ന് നിൽക്കുകയാണ്. എന്നെ ആയിരിക്കും അഭിഷേകം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ സ്തോത്രം, ഓരോരുത്തൻ വരുമ്പോഴും ദൈവം, ഹല്ലേലൂയ, ശമൂവേലിനോട് പറയാണ്, ഇവനല്ല, ഇവനെ ഞാൻ തള്ളിയിരിക്കുന്നു. ഹല്ലേലൂയ, ഇവനല്ല, ഇവനെ ഞാൻ തള്ളിയിരിക്കുന്നു. അങ്ങനെ 7 പേര് കഴിഞ്ഞുപോയി. 7 പേര് കഴിഞ്ഞു പോയപ്പോഴത്തേക്ക് സ്തോത്രം, ഇശായിയോട് പ്രവാചകനായ ശമൂവേൽ ചോദിക്കുകയാണ്, ഹല്ലേലൂയ, ഇനി നിനക്ക് ആരുമില്ലേ? ഇനി നിനക്ക് മക്കൾ ആരുമില്ലേ? ഉടനെ ഇശായി പറയാണ്, ഒരുത്തനുണ്ട്. അവൻ എവിടെ കിടക്കുക? അവൻ വീട്ടിലില്ല, അവൻ കാട്ടില. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആത്മാവിന്റെ അഭിഷേകത്തോടെ ഞാൻ പ്രവചിക്കുന്നു, സ്തോത്രം, കാട്ടിക്കിടക്കുന്ന ചിലതിനെ വീട്ടിൽ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ കുടുംബത്തിനകത്ത്, ഹല്ലേലൂയ, നീ പ്രതീക്ഷിക്കാത്ത തലമുറയുടെ മേൽ, ഓ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം. നീ വാഗ്ദത്തം കേട്ട് കാണും, പക്ഷെ ഇന്ന് വരെ, ഹല്ലേലൂയ, അതിനകത്ത് റിസൾട്ട് കണ്ടിട്ടില്ല. ഇന്ന് വരെ അത് സംഭവിച്ചിട്ടില്ല. പക്ഷേ സ്തോത്രം, ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രിയ മാതാവേ, നീ പ്രാർത്ഥിക്കുന്ന വിഷയമില്ലേ, ഹല്ലേലൂയ, നിന്റെ തലമുറയുടെ വിഷയമില്ലേ, കർത്താവേ, അവനെന്ന് ദൈവത്തിന് വേണ്ടി നിന്നിരുന്നെങ്കിൽ, ഹല്ലേലൂയ, അവനെന്ന് ദൈവരാജ്യത്തിന് വേണ്ടി എഴുന്നേറ്റിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന, ഹല്ലേലൂയ, തലമുറകൾ നിനക്കുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. സ്തോത്രം. കാട്ടിക്കിടക്കുന്നവൻ വീട്ടിൽ വരും. ഹല്ലേലൂയ, തൈലക്കൊമ്പ് അവന്റെ തലമേൽ ദൈവം ഒഴിക്കും. ഹല്ലേലൂയ, അവൻ അഭിഷിക്തനായി മാറും, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രിയിൽ, ഹല്ലേലൂയ, ആത്മാവ് ചിലരെ നോക്കി പ്രവചിക്കുന്നു. ഈ മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്ന ചില അമ്മമാരെ നോക്കി ആത്മാവിൽ, സ്തോത്രം, ഒരു ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ, നിന്റെ തലമുറ അഭിഷേകം ചെയ്യപ്പെടാൻ പോവുക കേട്ടോ. ഹല്ലേലൂയ. 2025 നിന്റെ തലമുറയെ ദൈവം അഭിഷേകം ചെയ്യുന്ന ഒരു വർഷമായി ഇതിനെ മാറ്റുകയാണ്. റാബാന ശംധന രകൽക്കഥന രകഥ. 2025 എത്ര പേർക്ക് പ്രതീക്ഷയുണ്ട്? ഹല്ലേലൂയ. 2025 സ്തോത്രം, കഴിഞ്ഞ വർഷം കടന്നു പോയതുപോലെ പോകത്തില്ല. ഹല്ലേലൂയ. സിബി ബിജു, ഹല്ലേലൂയ, ആന്റി, പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ, സ്തോത്രം, ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, നിന്റെ തലമുറകളെ ദൈവം ഉപയോഗിക്കാനായി പോകുകയാണ്. റുബാന ഷാരാബാന രേഖേ രേഖേ ധേരേ പേരെ ശംധര രബാനധാര രാഘനാര ഗൽക്കധാരക. ഹാലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഹാലേലൂയ. പലരും എഴുതി തള്ളിയതിനെ, മാറ്റി നിർത്തിയതിനെ മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ആത്മാവിൽ ഈ ജനത്തോടൊരു ദൂത് കൈമാറുകയാണ്. ഹാലേലൂയ. മാറ്റി നിർത്തിയവനെയാണ് ദൈവം ഉപയോഗിച്ചിരിക്കുന്നത്. ഹാലേലൂയ, സ്തോത്രം. നോക്കിക്കേ, ഹല്ലേലൂയ, സ്തോത്രം. മറ്റൊരു ഭവനത്തിൽ 12 ചേട്ടന്മാരുടെ ഒരു അനിയനുണ്ട്. ഹല്ലേലൂയ. 11 ചേട്ടന്മാരുടെ ഒരു അനിയനുണ്ട്. അതാരാ? ഹല്ലേലൂയ, യോസഫാണ്. അവരെല്ലാരും കൂടെ ഇവനെ കൊന്നു കളയാൻ പ്ലാനിട്ടു. എല്ലാരും കൂടെ അവനെ നശിപ്പിച്ച് കളയാൻ പ്ലാനിട്ടു. പക്ഷേ ദൈവം അവനെ ഓർത്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു ദൂത് പറയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെ ദൈവം ഓർക്കുന്ന ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി. ഹല്ലേലൂയ, സ്തോത്രം. നിന്നെ മാറ്റി നിർത്തുകയും നിന്നെ ശുശ്രൂഷയിൽ നിന്ന് അകറ്റി നിർത്തുകയും, ഹല്ലേലൂയ, നിന്നെ വേണ്ടെന്ന് പറയുകയൊക്കെ ചെയ്ത ഇടത്ത്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം അവരെ മാറ്റി നിർത്തിയിട്ട് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ടൈം വരുന്നുണ്ട്, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എല്ലാ റിജക്ഷൻ സ്പിരിറ്റുകളെയും വേരോടെ ആത്മാവിൽ പറിച്ചു കളയുകയാണ്, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കുഞ്ഞെ, സ്തോത്രം. എല്ലാ ദിവസവും ദൂത് കേൾക്കുന്നത് പോലെ, എല്ലാ ദിവസവും പ്രാർത്ഥന കൂടുന്നത് പോലെ, എല്ലാ ദിവസവും വചനം കേൾക്കുന്ന പോലെ ഇന്ന് രാത്രി നീ ഇരിക്കരുത്. ഹല്ലേലൂയ. നിന്നെ ആത്മാവിൽ നിറയ്ക്കുന്ന ഒരു രാത്രിയായിട്ട് ഈ രാത്രി മാറാനായി പോകുക, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോട്ടെ, സ്തോത്രം. ഇവിടെ ദാവീദിനെ തിരഞ്ഞെടുത്തു.
ചെറിയൊരു ചെറുക്കനെ വലിയ വമ്പന്മാര് നിൽക്കുന്നതിന്റെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് തൈലക്കൊമ്പെടുത്ത് അവന്റെ തലയിൽ ഒഴിച്ചു. അവൻ അഭിഷിക്തനായി തീർന്നു. ഹല്ലേലൂയ. അതെ, നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ മാറുകയാണ്. നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ മാറുകയാണ്. ഞാൻ ഈ മിനിസ്ട്രിയോട് പ്രവചിക്കുന്നു, ഹല്ലേലൂയ, നിമിഷ നേരങ്ങൾ കൊണ്ട് കാര്യങ്ങൾ മാറും. ഹല്ലേലൂയ. ഇന്ന് കാണുന്നത് പോലല്ല, നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ മാറാം. രഹോബോത്ത് എന്ന് പറയുന്ന മിനിസ്ട്രി, ഹല്ലേലൂയ. എന്താ രഹോബോത്തിന്റെ അർത്ഥം എന്താണ്? അതൊരു കൊയ്ത്താണ്. ഹല്ലേലൂയ, ഒരു കൊയ്ത്താണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. നിമിഷ നേരം കൊണ്ട് ഒരു കൊയ്ത്തിലേക്ക് നിങ്ങളെ കൺവേർട്ട് ചെയ്യുന്ന ആത്മസാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിനകത്ത് വെളിപ്പെടുന്നുണ്ട് എന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുമ്പോൾ എത്ര പേർക്ക് അതിനെ റിസീവ് ചെയ്ത് ആത്മതലത്തിൽ ഒരു സ്തോത്രം പറയാൻ കഴിയും? സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ, സ്തോത്ര. സഹോദരന്മാരുടെ നടുവിൽ നിന്നെ മാനിക്കും ദൈവം. ഹല്ലേലൂയ, സ്തോത്ര. സഹോദരന്മാരുടെ നടുവിൽ, ഹല്ലേലൂയ. സിസ്റ്ററെ, ഹല്ലേലൂയ, സഹോദരന്മാരുടെ നടുവിൽ നിന്നെ മാനിക്കും. ഹല്ലേലൂയ, സഹോദരന്മാരുടെ നടുവിൽ നിന്നെ മാനിക്കും. സ്തോത്രം. പലർക്കും ചെയ്യാൻ കഴിയാത്തത്, സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നത് കാണുമ്പോ, ഹല്ലേലൂയ, സ്തോത്രം, ചിലതിനൊന്നും അത് സഹിക്കാൻ കഴിയുന്നില്ല, അല്ലേ? ഹല്ലേലൂയ. ഞാൻ പറയാം, സ്തോത്രം, ഹല്ലേലൂയ, സഹോദരന്മാരുടെ മധ്യത്തിൽ ദൈവം നിന്നെ മാനിക്കും. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ശുശ്രൂഷകരായ ദൈവദാസിമാരോടും ദൈവദാസന്മാരോടും ഞാൻ പറയാം, ഹല്ലേലൂയ, ദൈവം നിന്നെ മാനിക്കും. സ്തോത്രം, ദൈവം നിന്നെ മാനിക്കും. എവിടെ വെച്ച് മാനിക്കും എന്നറിയാമോ? ഹല്ലേലൂയ, സഹോദരന്മാരുടെ നടുവിൽ വെച്ച്. നിന്നെ വേണ്ടെന്ന് പറഞ്ഞ, നിന്നെ മാറ്റി നിർത്തിയ, നീ ചെറിയവനാന്ന് പറഞ്ഞ, ഹല്ലേലൂയ, വമ്പന്മാരുടെ നടുവിൽ വെച്ച് ദൈവം നിന്നെ ആദരിക്കുമെന്ന ഇന്ന് രാത്രിയിൽ ദൂത് പറയുന്നേ. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ജോൺസി, ഹല്ലേലൂയ, ജോൺസി സിസ്റ്ററെ, ഹല്ലേലൂയ, സഹോദരന്മാരുടെ നടുവിൽ വെച്ച്, സ്തോത്രം, നിന്റെ കുടുംബത്തെ ദൈവം മാനിക്കുന്ന നാളുകൾ വരുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചാണ്, സ്തോത്രം, ഹല്ലേലൂയ. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. ഹല്ലേലൂയ. അഭിഷേക തൈലം തലയിൽ വീണു. അന്ന് മുതൽ യഹോവയുടെ ആത്മാവ് ദാവീദിന്റെ മേൽ വന്നു. ചേട്ടന്മാരുടെ മേൽ വന്നില്ല. ഹല്ലേലൂയ. അപ്പന്റെ മേൽ വന്നില്ല. ആ ദേശക്കാരുടെ മേൽ വന്നില്ല. പിന്നെ ആരുടെ മേൽ വന്നു? അഭിഷേകം ചെയ്യപ്പെട്ട ഈ ചെറിയ പയ്യന്റെ മേൽ, സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് വന്നെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് ഇതിനകത്ത് അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്? അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ, സ്തോത്രം, അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ ആത്മാവിൽ നിറയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ ഒന്ന് റിസീവ് ചെയ്യാൻ കഴിയുമോ? ഹല്ലേലൂയ. അഭിഷേകം ചെയ്യപ്പെട്ട ദൈവ പൈതലെ, സ്തോത്രം, അന്ന് മുതൽ ദൈവത്തിന്റെ ആത്മാവ് വന്നെന്ന് എഴുതിയിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, സ്തോത്രം, ആത്മാവിൽ നിന്നെ നിറയ്ക്കുന്ന, ശക്തമായ ആത്മസാന്നിധ്യം നിന്നെ മേൽ വെളിപ്പെടുന്ന ഒരു രാത്രി ഇന്നത്തെ രാത്രി മാറുകയാ കേട്ടോ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, സ്തോത്രം, ഈ ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടവനായി, എന്നിട്ടും അവനെ വീട്ടിൽ നിർത്തിയില്ല. അവനെ കാട്ടിലോട്ട് വിട്ടു. ഹല്ലേലൂയ, സ്തോത്രം. പലരും നമ്മുടെ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. പലരും അഭിഷേകത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല. കുഞ്ഞെ, നീ ഒരു അഭിഷിക്തനാന്ന്, സ്തോത്രം, മനുഷ്യൻ സ്തോത്രം, ഹല്ലേലൂയ, സമ്മതിക്കുന്നത് എപ്പോഴാണെന്നറിയോ? അവന്റെ കണ്ണിന് പലതും കാണുമ്പോഴാണ്. ഹല്ലേലൂയ. പക്ഷെ ദൈവം അങ്ങനല്ല, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അനോയിന്റ് ചെയ്ത അന്ന് മുതൽ കർത്താവ് നിന്നെ സ്വീകരിക്കുന്നതും കർത്താവ് നിന്നെ, ഹല്ലേലൂയ, അംഗീകരിക്കുന്നതും അനോയിന്റഡ് മാൻ ആയിട്ടാണ്. ഹല്ലേലൂയ. അഭിഷേകം ചെയ്യപ്പെട്ട ദൈവത്തിന്റെ പൈതലായിട്ടാണ്. ഹല്ലേലൂയ. അപ്പൻ അംഗീകരിച്ചില്ല കേട്ടോ. അപ്പൻ വീണ്ടും പറഞ്ഞു, ഓടിക്കോ, കാട്ടിലോട്ട് ഓടിക്കോ. സ്തോത്രം. ആടുകൾ അവിടെ ഒറ്റയ്ക്കാണ്. ഹല്ലേലൂയ, സ്തോത്രം. സഹോദരന്മാര് പറഞ്ഞു, നിന്നെ ഈ വീട്ടിൽ ആവശ്യമില്ല, സ്തോത്രം, നിന്നെ ഈ രാജ്യത്തിനും ആവശ്യമില്ല, ഞങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങൾ നടത്താൻ, നീ പോയി കാട്ടിൽ പോയി ആടിനെ മേയ്ക്കാൻ പറഞ്ഞു. ഓടിച്ചു വിട്ടു. ഹല്ലേലൂയ. ഇപ്പോൾ സ്തോത്രം, കാട്ടിൽ ആരുണ്ട്? ആടുകളും ഉണ്ട്, ദാവീദും ഉണ്ട്, ദൈവ സാന്നിധ്യവും ഉണ്ട്. ചേർന്ന രാമൻ പറഞ്ഞേ. ഹല്ലേലൂയ. കാടിനകത്ത് ആടുണ്ട്, സ്തോത്രം, ദാവീദും ഉണ്ട്. ഹല്ലേലൂയ. അവന്റെ മേൽ അന്നു മുതൽ വന്ന, സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് അവനോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. കുഞ്ഞെ, നീ കാട്ടിലാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, അതിനേക്കാൾ വലിയ ബലം എന്താ? ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യന്റെ മുൻപിലോ സമൂഹത്തിന്റെ മുൻപിലോ ആയിരിക്കത്തില്ല നീ നിൽക്കുന്നത്. നിന്നെ ഇതുവരെ ആരും അംഗീകരിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, ദൈവം അംഗീകരിച്ച ഒരുത്തനോട് കൂടെ അന്നു മുതൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങി. സ്തോത്രം. എന്നാൽ അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദിന്റെ മുൻപിൽ ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, സ്തോത്രം, സിംഹം വന്നു. സ്തോത്രം, സിംഹം വന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, സിംഹം കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന മൃഗമാണ്, അല്ലെ?
സിംഹത്തെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സിംഹം ആരുടെയും മുൻപിൽ വഴിമാറത്തില്ലെന്ന്. ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. ആരുടെയും മുൻപിൽ എന്ത് ചെയ്യത്തില്ല? വഴിമാറത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. മറ്റു വലിയ വീരന്മാർ വന്നിട്ട് പോലും സിംഹം എന്ത് ചെയ്തിട്ടില്ല? വഴിമാറിയിട്ടില്ല. പക്ഷേ അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദിന്റെ മുൻപിലും അതേ സിംഹം വന്നു നിന്നു. പക്ഷേ സിംഹം വഴിമാറിയില്ല. പക്ഷെ അവൻ വഴി മാറ്റി അവനെ. ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. വഴി മാറാത്തവനെ ഹല്ലേലൂയ കീറിക്കളയാനുള്ള അഭിഷേകം കുഞ്ഞെ നിന്റെ മേൽ കർത്താവ് ഇമ്പാക്ട് ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവാത്മാവുള്ള ദൈവത്തിന്റെ പൈതലെ, ശുശ്രൂഷയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ സ്തോത്ര അഭിഷിക്ത ദൈവദാസിയെ ഈ രാത്രിയിൽ ആത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ. ആർക്കും വഴിമാറാത്ത വിഷയങ്ങളെ നിന്റെ മുൻപിൽ കീറിക്കളയുവാനുള്ള അഭിഷേകം ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആരുടെയും മുൻപിൽ വഴിമാറാത്ത സിംഹം ദാവീദിന്റെ മുൻപിൽ വന്നു നിൽക്കുമ്പോ ഹല്ലേലൂയ സ്തോത്രം, ആടിനെ പിടിച്ച് അവന്റെ സമ്പത്തിനെ, അവന്റെ നന്മകളെ, അവൻ സംരക്ഷിച്ചു പോന്നതിനെ പിടിച്ചു തിന്നുവാൻ പ്ലാൻ ചെയ്യുമ്പോ ഹല്ലേലൂയ കുഞ്ഞെ, ഒരു രോഗം വന്ന് നിന്റെ സ്തോത്രം ഹസ്ബൻഡിനെ പിടിക്കുമ്പോ ഹല്ലേലൂയ സ്തോത്രം, എന്തെങ്കിലും അനർത്ഥങ്ങൾ വന്ന് നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോകാൻ നിൽക്കുമ്പോ ഹല്ലേലൂയ, ആരുടെയും മുൻപിൽ ഇതുവരെ വഴിമാറാത്ത ക്യാൻസർ പോലെയുള്ള ഇൻക്യൂറബിൾ ഡിസീസുകൾ ഹല്ലേലൂയ സ്തോത്രം നിന്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോ ഹല്ലേലൂയ, അഭിഷേകം ചെയ്യപ്പെട്ട ദൈവ പൈതലാണോ നീ? സ്തോത്രം. ഇതുവരെയും ആ വിഷയങ്ങൾ ഒരു മനുഷ്യന്റെ മുൻപിൽ കീഴടങ്ങിയിട്ടില്ല, ഒരു മനുഷ്യന്റെ മുൻപിൽ നിന്ന് മാറിപ്പോയിട്ടില്ലെങ്കിലും ഹല്ലേലൂയ, അഭിഷേകം ചെയ്യപ്പെട്ട ദൈവത്തിന്റെ പൈതലാണോ നീ? നിന്റെ മുൻപിൽ അതിന് നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിന്റെ ഹസ്ബൻഡിനെ അത് തൊടത്തില്ല. ഹല്ലേലൂയ. നിന്റെ മക്കളെ അത് തൊടത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ആത്മാവിൽ ഈ നിയോഗത്തെ ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ മുൻപിൽ ഇന്ന് വന്ന് നിൽക്കുന്ന സിംഹ വിഷയങ്ങളുണ്ടല്ലോ, ഹല്ലേലൂയ, സിംഹ വിഷയങ്ങളുണ്ടല്ലോ, ഹല്ലേലൂയ, ആരുടെയും മുൻപിൽ കീഴ്പ്പെടാത്ത, ആരുടെയും മുൻപിൽ വഴിമാറാത്ത ഹല്ലേലൂയ വലിയ വിഷയങ്ങളുണ്ടല്ലോ. അഭിഷേകം പ്രാപിച്ചോ നീ? അഭിഷേക തൈലം നിന്റെ മേൽ ഒഴിച്ചോ? സ്തോത്രം. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ആത്മാവ് നിന്നോട് ഹല്ലേലൂയ ഒരു ദൂത് കൈമാറുകയാ. കുഞ്ഞേ ഹല്ലേലൂയ, നിന്റെ മുൻപിൽ അത് വഴിമാറാനായി പോകുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിന്റെ മുൻപിൽ അത് വഴിമാറും കേട്ടോ. നിന്റെ മുൻപിൽ അത് വഴിമാറും. ആരുടെയും മുൻപിൽ വഴിമാറിയിട്ടില്ലെങ്കിലും കുഞ്ഞെ നിന്റെ മുൻപിൽ അത് വഴിമാറും. കാരണം അതിന് വഴിമാറാതിരിക്കാൻ കഴിയത്തില്ല. നിന്നെ മേൽ വ്യാപരിക്കുന്ന അത്യന്തപരമായ അഭിഷേകത്തിന്റെ മുൻപിൽ അതിന് കീഴ്പ്പെടാതിരിക്കാൻ കഴിയത്തില്ല യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. നോക്കിക്കേ, ആടിനെ പിടിച്ചോണ്ട് പോകാൻ വന്നവനെ, സിംഹത്തെ സ്തോത്രം ദാവീദ് എന്ത് ചെയ്തു? ഹല്ലേലൂയ, അതിന്റെ താടിക്ക് പിടിച്ച് കീറിക്കളഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ഞാനിത് പറയുന്ന കഥയാ. നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കഥയാണോ ഞാൻ പറയുന്നത്? അല്ല, നടന്നതാ. ഹല്ലേലൂയ സ്തോത്രം. കഥയല്ല, നടന്നതാ. ഹല്ലേലൂയ. കുഞ്ഞെ, നീ ഇത് നടന്ന സംഭവമാണെന്ന് ഹല്ലേലൂയ പറഞ്ഞ് നീ ഒരു ആമേൻ പറയാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ, നിന്റെ മുൻപിൽ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളെ സ്തോത്രം ഹല്ലേലൂയ കഥയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഈ സാക്ഷ്യം പറയുമ്പോൾ പോലും അതിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്ന തരത്തിൽ ഹല്ലേലൂയ, അയ്യോ അത്രയൊക്കെ ദൈവം ചെയ്യുവോ എന്നൊക്കെ പറയുന്ന തലങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയുമെന്നാ ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് കൈമാറുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നോക്കിക്കേ, സിംഹത്തെ അഭിഷിക്തൻ കീറിക്കളഞ്ഞു. ഹല്ലേലൂയ. തീർന്നില്ല വിഷയം. സിംഹം പോയപ്പോ കരടി വന്നു കേട്ടോ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞെ, നിന്റെ മുൻപിൽ ഒരു വിഷയം വരുന്ന എന്തിനാണെന്നറിയോ? നിന്നെ ജയിപ്പിക്കേണ്ടതിന്. ഹല്ലേലൂയ. രോഗം വരുന്ന എന്തിനാണെന്നറിയോ? സൗഖ്യമാകാനാ. എത്ര പേര് അത് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ചിലര് പറയാം രോഗം വരുന്ന എന്തിനാ? ഞാൻ മരിക്കാനാണ്. നോ സ്തോത്രം, നീ മരിക്കാനല്ല. ഹല്ലേലൂയ. പലർക്കും ആ രോഗം വന്നത് കൊല്ലാനായിരിക്കാം. പക്ഷെ നിന്റെ മുൻപിൽ രോഗം വന്നത് നിന്റെ മുൻപിൽ കീഴ്പ്പെടാനാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശു അടിയേറ്റത് കുഞ്ഞെ നിന്റെ സൗഖ്യത്തിനാണ്. ഹല്ലേലൂയ. യേശു തല്ലുകൊണ്ടത് നിന്റെ സൗഖ്യത്തിനാണ്. യേശു മുറിവേറ്റത്, ആഴമായി മുറിവേറ്റത് ഹല്ലേലൂയ സ്തോത്രം, ഈ കൈകാലുകൾ കുത്തിത്തുളച്ചെന്ന് എഴുതിയിരിക്കുന്നില്ലേ? അവിടെ ഇങ്ങനെയാണ് അതിന്റെ മൂലപദത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ആഴമായി മുറിവേറ്റെന്നാണ്. ആഴമായി മുറിവേറ്റു. യേശു എന്തിനാ ആഴമായി മുറിവേറ്റത്? നിന്റെ സകല മുറിവുകളെയും ഉണക്കേണ്ടതിനാണ്. അഭിഷേകത്തോടെ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധി നിന്നോ കേട്ടോ. ഹാലേലൂയ. നിന്റെ മുറിവുകളെ ദൈവം ഉണക്കും. ഹല്ലേലൂയ. നിന്റെ വേദനകളെ കർത്താവ് പൊറുപ്പിക്കും. ഹല്ലേലൂയ. നിന്റെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കും. യേശു ദീനത്തിൽ വലിയ സൗഖ്യദായകനായ വൈദ്യനാണ്. ഹല്ലേലൂയ. കുഞ്ഞെ,
അഭിഷേകത്തോടെ നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ കേട്ടോ. കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ കേട്ടോ. ഹല്ലേലൂയ. ക്യാൻസറുകൾ നിന്റെ മുൻപിൽ വഴിമാറും കേട്ടോ. ഹല്ലേലൂയ. ഇൻക്യൂറബിൾ ഡിസീസ് എന്ന് പറയുന്ന കിഡ്നി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ മുൻപിൽ വഴിമാറും. ഹല്ലേലൂയ. ലിവർ സിറോസിസ് പോലെയുള്ള വിഷയങ്ങൾ നിന്റെ മുൻപിൽ നിൽക്കത്തില്ല. എനിക്കറിയത്തില്ല എത്രത്തോളം ഹല്ലേലൂയ നിങ്ങൾക്ക് ഇതിനെ റിസീവ് ചെയ്യാൻ കഴിയുന്നത് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. എത്രത്തോളം നിങ്ങൾക്ക് ഇതിനോട് ചേർന്ന് വരാൻ കഴിയുന്നത് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. സാധാരണ നിലയിൽ ഒരു വചന ശുശ്രൂഷയോടെ കാര്യങ്ങൾ സമാപിപ്പിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ചിലത് പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ ഓഫ്ലൈൻ മീറ്റിംഗ് അല്ലാത്തത് കൊണ്ട് കർത്താവിന്റെ ദാസനെ ഞങ്ങൾക്ക് കഴിയുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ഒതുങ്ങിയിരിക്കരുത്. നീ ഇരിക്കുന്നിടത്ത് ആത്മാവിൽ സ്തുതിച്ചു തുടങ്ങിക്കോ കേട്ടോ. നീ ഇരിക്കുന്ന ഇടത്തെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നിറയ്ക്കാനായി പോകുകയാണ്. നിന്റെ റൂമിനകത്ത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രിയിൽ നീ ഇരിക്കുന്ന റൂമിനകത്ത് കർത്താവ് നിന്നെ തോളത്ത് തട്ടുന്ന ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. ഭയപ്പെടണ്ട, കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഭയപ്പെടരുത്, കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഏത് വലിയ പ്രതിസന്ധിയെയും തോൽപ്പിപ്പാൻ ശക്തിയുള്ള പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മെറീന മാജോ അല്ലെ സിസ്റ്ററെ? ഹല്ലേലൂയ. അങ്ങനല്ലേ പേര് സിസ്റ്ററെ? ഹല്ലേലൂയ. ഏത് വലിയ വിഷയത്തെയും പിടിച്ചൊതുക്കാനുള്ള അഭിഷേകം നിന്റെ മേൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നിനക്ക് നീ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനൊന്നും നിന്റെ മേൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ആഴമായി ഹല്ലേലൂയ. നിന്റെ അകത്ത് ആത്മസാന്നിധ്യത്തിന്റെ ഒരു തലം ഞാൻ കാണുന്നു യേശുവിന്റെ നാമത്തിൽ. ഒതുക്കപ്പെട്ട സാധ്യതകൾ ഒതുക്കപ്പെട്ടു പോയി. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ കാണിക്കുന്നത് ഇങ്ങനെ ഒരു ആഴമുള്ള സ്തോത്രം ചെളി നിറഞ്ഞൊരു സ്ഥലത്താണ് നീ നിൽക്കുന്നേ. ഹല്ലേലൂയ. ഒരു കാലെടുത്ത് പൊക്കി വെക്കുമ്പോ മറ്റേ കാല് പൂണ്ടുപോകുന്നത് പോലെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിച്ചോ കേട്ടോ. ഹല്ലേലൂയ. നിന്റെ ആ നാളുകൾ തീരാൻ പോവാ. ഹല്ലേലൂയ. സ്തോത്രം. നീ ഉറച്ച പ്രതലത്തിലേക്ക് കയറി വരാൻ പോവാ കേട്ടോ. 2025 6 മാസം ഹല്ലേലൂയ നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഭയങ്കരമായ ഒരു ഡെലിവറൻസ് നടക്കാൻ പോവാ. ഹല്ലേലൂയ. സ്തോത്രം. നീ ചില സിംഹങ്ങളെ കീറിക്കളയും കേട്ടോ. ഹല്ലേലൂയ. നീ കരടിയെ കീറിക്കളയും കേട്ടോ. ഹല്ലേലൂയ. നിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന സൈന്യങ്ങളെ നീ ഓടിക്കാൻ പോവാ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സ്തോത്രം കുഞ്ഞെ, കർത്താവിന്റെ ശക്തി നിന്റെ മേൽ വീഴുന്നു. ഹല്ലേലൂയ. ഒരു നിഴല് വന്ന് വീഴുന്നത് പോലെ ഹല്ലേലൂയ ഒരു പുതപ്പ് വന്ന് വീഴുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സ്തോത്രം നിനക്ക് ഹല്ലേലൂയ താങ്ങാൻ കഴിയുന്നതിന് മീതെ ദൈവശക്തി നിന്റെ മേൽ വീഴുന്നുണ്ട്. റിസീവ് ചെയ്തോ, പ്രാർത്ഥിച്ചോ കേട്ടോ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബതലങ്ങളെ ദൈവം തൊടുന്നു. ഹല്ലേലൂയ. നിന്റെ കുടുംബാന്തരീക്ഷങ്ങളെ ദൈവം തൊടുന്നു. ഹല്ലേലൂയ. ചില ഇല്ലായ്മകളെ കർത്താവ് കവർ ചെയ്യുന്നു. അടുത്ത ദിവസങ്ങളിൽ നിനക്ക് ചില ആവശ്യങ്ങളുണ്ട് കേട്ടോ. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഹല്ലേലൂയ നിനക്ക് ചില ആവശ്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറയുന്നു ഇറ്റ്സ് ഡൺ. ഹല്ലേലൂയ. അത് നടന്നു കഴിഞ്ഞു കേട്ടോ. അത് നടന്നു കഴിഞ്ഞു. ഇനി നീ അതിനകത്ത് ബോധറാവണ്ട. ഇനി അതിനകത്ത് നീ ഭാരപ്പെടണ്ട സിസ്റ്ററെ. ഹല്ലേലൂയ. എനിക്കറിയാം, ഞാനിത് ആത്മാവില കൈമാറുന്നത്. ഇറ്റ്സ് ഡൺ. ഹല്ലേലൂയ. അത് തീർന്നു. ഹല്ലേലൂയ. ആ വിഷയത്തിനകത്ത് നീ ഭാരപ്പെടരുത്. അത് കഴിഞ്ഞു. ഹല്ലേലൂയ. മുൻപിൽ വെളിപ്പെടാനിരിക്കുന്നതാണ്. പക്ഷെ ഞാൻ പ്രവചന ശബ്ദത്തോടെ പറയാം, അത് കഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. നീ അഭിഷേകത്താൽ നിറഞ്ഞൊരു ദൈവത്തിന്റെ പൈതലാണ്. ഹല്ലേലൂയ. നിന്റെ മേൽ അഭിഷേകമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിന്റെ മേൽ അഭിഷേകമുണ്ട്. പക്ഷെ പലരും അത് അംഗീകരിക്കാൻ തയ്യാറല്ല. സ്തോത്രം. എന്നാൽ ദാവീദിനെ പോലെ ദൈവം നിന്നെ ഉന്നതത്തിൽ കൊണ്ടുവരുമ്പോ ഹല്ലേലൂയ പലരും നിന്നെ അംഗീകരിക്കുന്ന നാള് ഉണ്ട് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. കാണാനായിട്ട് ആരും ഇരിക്കരുത് ഇതിനകത്ത്. ഹല്ലേലൂയ. വലിയൊരു നിയോഗം ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രിയിൽ എനിക്കറിയാം ആത്മാവ് ചിലതിനെ തൊടുന്ന ഒരു രാത്രിയായിട്ട് ഇന്നത്തെ രാത്രി മാറുകയാണ്. ദാവീദുമാർ ഇതിനകത്ത് എഴുന്നേക്കാൻ പോവാ കേട്ടോ. ദാവീദുമാർ ഇതിനകത്ത് എഴുന്നേക്കാൻ പോവാ യേശുവിന്റെ നാമത്തിൽ. ദാവീദുമാർ എഴുന്നേൽക്കും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇതിനകത്ത് ദാവീദുമാർ എഴുന്നേൽക്കും. ഹല്ലേലൂയ. ദാവീദുമാർ എഴുന്നേൽക്കും. എന്നും നീ കാട്ടി കിടക്കത്തില്ല.
ആ ആ എന്ന് നീ കാട്ടി കിടക്കത്തില്ല കേട്ടോ. അല്ല ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം അന്തരീക്ഷം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ഹാലലൂയ സ്തോത്രം. പ്രസംഗിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഉള്ള ഒരു ഡ്രൈനെസ് മാറുന്നുണ്ട് കേട്ടോ. ഹാലലൂയ. എനിക്കറിയാം സ്തോത്രം, ചില ഹൃദയങ്ങൾക്കകത്തേക്ക് ഞാൻ ഇടുന്ന വിത്ത് വീഴുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഹാലലൂയ. സിസ്റ്ററെ, സോണി സിസ്റ്ററെ, ഒരു വിത്ത് കൈമാറുക കേട്ടോ. ഹാലലൂയ. വേഗത്തിൽ അത് കിളിർത്തു വരാൻ പോകും. ഒരു മരമായത് മാറും. അല്ല, നീ നിമിത്തം അനേകർക്ക് ഒരു തണലായി തീരും. ഹാലലൂയ സ്തോത്രം. ഇന്ന് നീ നിമിത്തമുള്ള തണലിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, പക്ഷെ നീ ഒരു വലിയ വൃക്ഷമായി മാറാൻ പോവുക കേട്ടോ. ഹാലലൂയ. ഒത്തിരി എണ്ണം നിന്റെ തണലിൽ വന്നിരിക്കും. ഹാലലൂയ. ഒത്തിരി പേര് സ്തോത്രം നിന്റെ തണലിൽ ആശ്രയിക്കുന്നത് പോലെ നീ ഒരു ആശ്രയമായി മാറും യേശുവിന്റെ നാമത്തിൽ. ഹാലലൂയ. നീ ഒരു ആശ്രയമായിരിക്കും. ഹാലലൂയ. നീ ഒരു ആശ്രയമായിരിക്കും. നീ ഒത്തിരി പേർക്ക് ഒരു തണലായിരിക്കുമെന്ന് ആത്മാവ് ദൂത് കൈമാറുകയാണ്. റാബാന ശംധന രഗൽക്കതന രഗത. ഹാലലൂയ. യേശുവിന്റെ നാമത്തിൽ. ഹാലലൂയ. യേശുവിന്റെ നാമത്തിൽ. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഹാലലൂയ സ്തോത്രം, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഈ ജീസസ് ഹാലലൂയ സ്തോത്രം, എന്താ ഹാലലൂയ സ്തോത്രം, ഈ ഇച്ചിങ് പോലെ സ്തോത്രം, ചൊറിച്ചില് പോലെ ഹാലലൂയ ഉള്ള ചില വിഷയങ്ങൾ സ്തോത്രം. ഹാലലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഹാലലൂയ. ചൊറിച്ചില് പോലെയുള്ള ചില വിഷയങ്ങൾ മാറിപ്പോകുക കേട്ടോ. നാളുകളായി സ്തോത്രം. ഹാലലൂയ. കേൾക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്ന എല്ലാവരും. ഹാലലൂയ സ്തോത്രം. നാളുകളായി നിന്നെ ഒരു വല്ലാതെ അസ്വസ്ഥമാക്കുന്ന സ്തോത്ര ചൊറിച്ചില് പോലെയുള്ള അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങൾ ഇന്ന് ഹാലലൂയ അത് ഹീലാകുക. പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹാലലൂയ ഈ ശ്വാസ തടസ്സങ്ങൾ മാറിപ്പോവുക കേട്ടോ. ശ്വാസ തടസ്സങ്ങൾ. ഹാലലൂയ. എത്ര പേര് സ്തോത്രം ആ ഒരു നിലവാരത്തിൽ ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ശ്വാസ തടസ്സങ്ങളെ കർത്താവ് തൊടുകയ. ഹാലലൂയ. കുഞ്ഞ്, നീ ഇന്ന് വിശ്വസിക്കുമെങ്കിൽ ഹാലലൂയ നിനക്ക് ഇന്ന് രാത്രി ഒരു വിടുതലിന്റെ രാത്രിയാ. ഹാലലൂയ. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്താൽ ഹാലലൂയ ചിലതൊക്കെ ഉടഞ്ഞു പോകാൻ പോവാ. ഹല്ലേലൂയ. ഇന്നലെ വരെ നിന്നെ സ്വാധീനിച്ച സിംഹശക്തികളെ, കരടി ശക്തികളെ ഇന്ന് ഹല്ലേലൂയ ഈ രാത്രി നീ കുടഞ്ഞു കളയുകയും അതിനെ കീറിക്കളഞ്ഞ് ജയം പ്രാപിക്കുകയും ചെയ്യുന്ന രാത്രിയാണിത്. രാജേശ്വരി. ഹാലലൂയ. ഡിവൈസിനകത്തിരിക്കുന്ന ആന്റിയോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഹാലലൂയ. നിങ്ങളെ ചില ബാധ്യതകളെ കർത്താവ് തൊടാനായി പോകുക. റിസീവ് ചെയ്യാൻ കഴിയുമെങ്കിൽ റിസീവ് ചെയ്തോ കേട്ടോ. ഹാലലൂയ സ്തോത്രം. നിങ്ങളുടെ ചില ബാധ്യതകളെ ഹാലലൂയ കർത്താവ് ഒഴുക്കിക്കളയും. ഹാലലൂയ. പ്രാർത്ഥിച്ചോ. ഹാലലൂയ. അഭിഷേകം ചലിക്കുന്നു ഇന്ന് രാത്രിയിൽ. ഹാലലൂയ. ബാധ്യതകളെ ഒഴുക്കിക്കളയും. കർത്താവ് നിന്നെ നേരെ നിർത്തും കേട്ടോ. ഹാലലൂയ. നേരെ നിർത്തും. സ്തോത്രം. നീ വീണു പോകത്തില്ല. ഹാലലൂയ. ഒരു മരം ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കർത്താവിനെ കാണിക്കുന്നത്. ഹാലലൂയ. നീ വീണു പോകത്തില്ല. സ്തോത്രം. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർന്നു വരുന്നത് പോലെ. ഹാലലൂയ സ്തോത്രം. അതിനകത്ത് ഫലം ഉണ്ടാകും കേട്ടോ. കുഞ്ഞ്, നീ ഒരു ഫ്രൂട്ട്ഫുൾ ആയ ഒരു വൃക്ഷമായി നീ മാറാനായി പോകുകയാണ്. എനിക്കറിയാം ഇതിനകത്ത് ശുശ്രൂഷിക്കുന്ന പ്രവചിക്കുന്ന ദൈവദാസിമാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹാലലൂയ സ്തോത്രം. ഇന്ന് വരെ നീ പ്രവചിക്കാത്തതുപോലെ ഹാലലൂയ സ്തോത്രം ഒരു മാൻഡിൽ നിന്റെ മേൽ വീഴുകയാണ് കേട്ടോ. ഹാലലൂയ. സിബി ബിജു. ഹാലലൂയ. ശുശ്രൂഷ തലങ്ങളെ കർത്താവ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. ഹാലലൂയ. ഒരു ഡോർ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. ഹാലലൂയ. ഒരു ഡോർ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. സ്തോത്രം. നീ അതിനകത്തേക്ക് കയറി ചെന്നിട്ട് സ്തോത്രം ഈ പെട്ടികളിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഇങ്ങനെ സ്വർണവും വെള്ളിയും ഒക്കെ അടുക്കി വെച്ചേക്കുന്ന പോലെ മൂല്യമുള്ളതൊക്കെ അടുക്കി വെച്ചേക്കുന്നത്, നീ അതിന്റെ അടുക്കലേക്കൊക്കെ ചെന്നിട്ട് അതൊക്കെ ഇങ്ങനെ പെറുക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു കേട്ടോ. ഹാലലൂയ. ക്രിസ്റ്റൽ ക്ലിയർ ആയ ചില മർമ്മങ്ങളെ പ്രസ്താവിക്കേണ്ടതിന് നിരാധരങ്ങളെ ദൈവം തൊടാൻ പോവുകയാണ്. ഹാലലൂയ. ഇതിനകത്ത് ചിലർക്ക് ഇപ്പോഴും നീ പറയുന്നത് പ്രവചനമാണെന്ന് പോലും അറിയാത്ത ചിലത് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഹാലലൂയ സ്തോത്രം. അതിനകത്ത് ക്ലാരിറ്റി ഇല്ലെന്ന് പറയുന്ന ചിലത് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഹാലലൂയ. ചിലതിനെ ക്ലാരിറ്റി തലത്തിലേക്ക് ദൈവം വെളിപ്പെടുത്തും. ഹാലലൂയ സ്തോത്രം. ഹാലലൂയ. ഉന്നതന്മാരോട് പ്രവചിപ്പാൻ കർത്താവ് ഇതിനകത്ത് ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹാലലൂയ സ്തോത്രം. ചിലരൊക്കെ നിന്നെ മാറ്റി നിർത്തിയതാണ്, പക്ഷേ ഹാലലൂയ കർത്താവ് നിന്നെ മുൻപിൽ കൊണ്ടുവരാൻ പോവാ. ഹാലലൂയ. സിബി ബിജു സ്തോത്രം. സിസ്റ്ററെ ഹാലലൂയ. മാറ്റി നിർത്തിയെടുത്തുന്നൊക്കെ ഹാലലൂയ മുമ്പിൽ കർത്താവ് കൊണ്ടുവരും. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആമേൻ പറഞ്ഞു കേട്ടോ. ഹാലലൂയ. മാറ്റി നിർത്തിയെടുത്തുന്നൊക്കെ മുൻപിൽ കൊണ്ടുവരുന്ന ഒരു ദൈവകരം. ഹാലലൂയ. തീർന്നില്ല സ്തോത്രം. ഹാലലൂയ. നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും.
ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്തുനിന്ന് രാജാക്കന്മാരെ പോലെ ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മിനിസ്റ്റേഴ്സിനെ നിന്റെ കുടുംബത്തിനകത്ത് ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. എനിക്കറിയാം, ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധ്യതയും ഇല്ലാത്ത നിലകളിലാണ് നിൽക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ദൈവത്തിന് മുൻപിൽ വഴികളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ വിചാരങ്ങൾ ഉന്നതമായിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഭയങ്കരമായ ദൈവത്തിന്റെ പ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാജിൻ ഹരിദാസ്, ഹല്ലേലൂയ, സ്തോത്രം. സജിൻ സജിൻ എന്നാണോ, സാജിനാണോ, സജിനാണോ? സജിൻ ഹരിദാസ് അല്ലെ? ഹല്ലേലൂയ. സിസ്റ്ററെ പ്രാർത്ഥിച്ചോ കേട്ടോ, പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, സ്തോത്രം. നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയെ കർത്താവിന്റെ ആത്മാവിനെ ഓർപ്പിച്ചിട്ട് പറയുക, ഹല്ലേലൂയ, ഒരു പരീക്ഷ എഴുതി ജയിക്കുന്നത് പോലെ ഹല്ലേലൂയ കർത്താവ് നിന്നെ ജയിപ്പിക്കാനായി പോകുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നിന്റെ സാഹചര്യത്തിന് ഒരു മാറ്റം വരാൻ പോവുക കേട്ടോ. അല്ല, നീ ഇപ്പൊ കടന്നു പോകുന്ന സാഹചര്യത്തിന്റെ ഒരു മാറ്റം വരാൻ പോവുക. പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിനകത്ത് ഒരു മാറ്റം വരാൻ പോവാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. നിന്റെ ആദരത്തെ ദൈവത്തിന്റെ ആത്മാവ് തൊടുകയെ. ഒളിച്ചു വെക്കാനല്ല, തുറന്നു വിടുവാൻ. ഹല്ലേലൂയ. ഒരു ടാപ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകരെ നിറയ്ക്കേണ്ടതിന് നിന്റെ ആദരത്തെ ദൈവം തൊടും കേട്ടോ. അനേകരെ നിറയ്ക്കേണ്ടതിന് ദൈവം നിന്റെ ആദരത്തെ തൊടും. ഹല്ലേലൂയ. ഒതുക്കി കളഞ്ഞ എല്ലാ പ്രതലങ്ങളെയും പൊള്ളിച്ച് നീ പുറത്തു വരും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഹല്ലേലൂയ, ഈ മക്കളെ ഓർത്ത് ഒത്തിരി ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. മക്കളെ ഓർത്ത് ഒത്തിരി ഭാരപ്പെടുന്ന, മക്കളെ ഓർത്ത് തകർന്നിരിക്കുന്ന സ്തോത, അതെങ്ങനെ ആകും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ചിലത്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങൾക്കകത്തുള്ള ഉലച്ചിലുകളെ കർത്താവ് കൈകാര്യം ചെയ്യുന്ന രാത്രി, ഇന്നത്തെ രാത്രി അഭിഷേകമുള്ള സ്തോത്രം അമ്മയെ നീ പ്രാർത്ഥിച്ചോ കേട്ടോ. ഹല്ലേലൂയ. അഭിഷേകമുള്ള പ്രിയ മാതാവെ നീ പ്രാർത്ഥിച്ചോ. നിന്റെ അഭിഷേകത്തെ കവർ ചെയ്തത് പോകത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചോ കേട്ടോ. നിന്റെ അഭിഷേകത്തെ കവർ ചെയ്തത് പോകത്തില്ല. ബ്ലസ്സി എന്ന് പറയുന്ന ആന്റി, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചോ കേട്ടോ. നിന്റെ അഭിഷേകം ചിലതിനെ തകർത്ത് കളയാനായി പോവുക. ഹല്ലേലൂയ. നിന്നെ തകർത്ത് കളയുന്ന, വെല്ലുവിളിക്കുന്ന ചില മണ്ഡലങ്ങളെ നീ തകർക്കാൻ പോവാ. ഹല്ലേലൂയ. സിംഹം പോലെ ചിലത് കയറി വന്നിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഈ എന്താണ്, കരടി പോലെ ചിലത് കയറി വന്നപ്പോ, ഹല്ലേലൂയ, സ്തോത്രം, വീണു പോകേണ്ട സാഹചര്യങ്ങൾ മുമ്പിൽ വന്നപ്പോ ദൈവം നിന്നെ പിടിച്ചു നിർത്തിയതാ കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ജീവനോടെ ദൈവം നിർത്തിയതാ. ഓ, നിന്റെ ജീവൻ, നിന്റെ പ്രാണനെ തൊടാൻ അനുവദിക്കാതെ. ഹല്ലേലൂയ. നിന്റെ പ്രാണനെ തൊടാൻ അനുവദിക്കാതെ. ഹല്ലേലൂയ. മരണത്തിൽ നിന്ന് പിടിച്ചെടുത്ത് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരണശക്തികൾ മാറിപ്പോവുകയാ കേട്ടോ. ഹല്ലേലൂയ. ജിസി സിസ്റ്ററെ പ്രാർത്ഥിച്ചു കേട്ടോ. ഈ മിനിസ്ട്രിക്കകത്ത് നിന്ന് മരണശക്തികൾ മാറിപ്പോവുക, മരണത്തിന്റെ ദൂതന്മാർ മാറിപ്പോവുക. ഹല്ലേലൂയ. മരണത്തിന്റെ ദൂതന്മാർ മാറിപ്പോകുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. വേഗത്തിൽ ചിലതിനെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില മരണശക്തികളെ ആത്മാവിൽ കീഴ്പ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉപ്പൂറ്റിക്ക് വേദനയും, സ്തോത്രം, കാലിലെ അടിയിൽ ഒരു ചൊറിച്ചിലുമായിട്ട് ഭാരപ്പെടുന്ന, സ്തോത്രം, അതൊരു സൈനാ കേട്ടോ. ഉപ്പൂറ്റിക്ക് വേദന ഉള്ളവർ പലര് കാണും, പക്ഷേ ഹല്ലേലൂയ കാലിന്റെ അടിയിൽ ചൊറിച്ചിലും കൂടെ ഉള്ള, സ്തോത്രം, ഒരു വ്യക്തിയെ ആത്മാവ് കാണിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ആ ഭാഗത്തേക്ക് കരം വെച്ചോ. ഇന്ന് നീ വിടുവിക്കപ്പെടാൻ പോവാ. മുള്ളുപോലെ തുളച്ചു കയറുന്ന വേദനകളെ ഹല്ലേലൂയ ഇന്ന് രാത്രി കർത്താവ് എടുത്തു മാറ്റുന്നു. സ്തോത്രം. പ്രത്യേകിച്ച് ഈ ഷോൾഡർ ഉയർത്താൻ കഴിയാത്ത ചില വ്യക്തികളെ ആത്മാവ് കാണുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് സ്തോത്രം, ഈ ഇടത്തെ ചെസ്റ്റിന്റെ ഭാഗത്ത് നീര് വീണ് കിടക്കുന്ന, ഹല്ലേലൂയ, ഒരു വിഷയത്തെ കർത്താവിനെ ഓർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ഇത് ഹീലാകുന്നു. പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ
നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇതിനകത്ത് അസാധാരണമായ ഹീലിംഗുകൾ നടക്കട്ടെ, ഹീലിംഗുകൾ നടക്കട്ടെ, ഹീലിംഗുകൾ നടക്കട്ടെ. ഹല്ലേലൂയ. അസ്ഥി മാറി അത് സൈന്യമായി എഴുന്നേൽക്കട്ടെ, അസ്ഥി മാറി അത് സൈന്യമായി എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ. ഉഷാ ബേബി, ഹല്ലേലൂയ. സിസ്റ്ററെ, അസ്ഥി മാറി, ഹല്ലേലൂയ, ജീവൻ വെളിപ്പെടാനായി പോകുക. ഹല്ലേലൂയ. അസ്ഥി മാറി, സ്തോത്രം, സൈന്യമായി എഴുന്നേൽക്കും, സൈന്യമായി എഴുന്നേൽക്കും. ഓ, നിന്റെ കുടുംബം സൈന്യമായി എഴുന്നേൽക്കും. നീ ദേശത്ത് നിന്നയാകത്തില്ല. ഹല്ലേലൂയ. നീ ദേശത്ത് നിന്നയാകത്തില്ല കേട്ടോ. ഹല്ലേലൂയ. നീ സൈന്യമായി എഴുന്നേൽക്കാൻ പോകുന്നെന്ന് ആത്മാവ് ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. അഭിഷിക്തന്റെ മുൻപിൽ സിംഹം വന്നു, സിംഹത്തെ കീറിക്കളഞ്ഞു. കരടി വന്നു, കരടിയെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഹല്ലേലൂയ. തീർന്നില്ല, ഗോലിയാത്ത് വന്നു, ഗോലിയാത്തിനെ ഒരൊറ്റ കല്ലുകൊണ്ട് എറിഞ്ഞിട്ടു. ഹല്ലേലൂയ. സ്തോത്രം. സൈന്യങ്ങളെ ദാവീദ് തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. എന്തൊക്കെയാ ചെയ്തേ ദൈവം? സ്തോത്രം. ദാവീദിനെ കൊണ്ട് എന്തൊക്കെയാ ചെയ്തേ? സിബി ആന്റി എന്തൊക്കെയാ ചെയ്തേ? ഹല്ലേലൂയ. സോണി സിസ്റ്റർ എന്തൊക്കെയാ ചെയ്തേ? ഹല്ലേലൂയ. സ്തോത്രം. പറഞ്ഞ സിംഹത്തെ തകർത്ത് കളഞ്ഞു, കരടിയെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു കളഞ്ഞു, ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. ഒരു കല്ലുകൊണ്ട് തകർത്ത് കളഞ്ഞു. തീർന്നില്ല, സൈന്യങ്ങളെ തോൽപ്പിച്ചു. ഹല്ലേലൂയ. സൈന്യങ്ങളെ തോൽപ്പിച്ചു. ഈ ദാവീദിന്റെ ജീവിത ചരിത്രം എടുത്തു നോക്കിയാൽ, സ്തോത്രം, ദാവീദിന് പരാജയങ്ങളില്ല കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തിയാ ദാവീദ്. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദിന് പല പരാജയങ്ങൾ വന്നു, പക്ഷെ ആ പരാജയങ്ങളെ മുഴുവൻ അവസാനത്തേതിൽ വിജയമാക്കി തീർത്തു. ഹല്ലേലൂയ. ദാവീദിന് മുട്ട് വന്നില്ലെന്നല്ല, പക്ഷെ ദാവീദ് പറയാ, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. എന്നാൽ ഭക്ഷണത്തിന് മുട്ട് വന്നിട്ടുണ്ട്, ആയുധത്തിന് മുട്ട് വന്നിട്ടുണ്ട്, പക്ഷെ മുട്ട് തീർത്തൊരു കർത്താവിനെ ദാവീദിന് അറിയാം. ഹല്ലേലൂയ. സ്തോത്രം. അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലാണോ നീ? നിന്റെ മുമ്പിൽ മുട്ട് വന്നാലും ആ മുട്ടിനെ തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആവശ്യങ്ങൾക്കൊക്കെ ദൈവം മതിയായവനാന്ന് പറയുന്നു കേട്ടോ. ഹല്ലേലൂയ. ആവശ്യങ്ങൾക്കൊക്കെ ദൈവം മതിയായവനാ. ഹല്ലേലൂയ. പാസ്റ്ററെ, ഹല്ലേലൂയ. സ്തോത്രം. ഷിജിൻ ഉമൻ, ഹല്ലേലൂയ. അഭിഷിക്തനെ, ഹല്ലേലൂയ, നിങ്ങളെ ആവശ്യത്തിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന, ഹല്ലേലൂയ, നല്ലൊരു പ്രൊവൈഡർ നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നിങ്ങളെ മാനിക്കും കേട്ടോ, ദൈവം നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങൾക്കകത്ത്, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നന്മകളുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എവിടെയും എന്താണ്, ഒരു നീരൊഴുക്കിനകത്ത് കല്ലിട്ട് ബ്ലോക്ക് ചെയ്യാൻ പദ്ധതി ഇടുന്ന മേഖലകളെ കല്ലെടുത്തു മാറ്റി, സ്തോത്രം, ആ ഉറവകളെ തുറന്നു തരുന്നത് പോലെ, ഹല്ലേലൂയ, ആരൊക്കെയോ ചേർന്ന്, സ്തോത്രം, എപ്പോഴൊക്കെയോ, ഹല്ലേലൂയ, നിങ്ങൾക്ക് വെളിപ്പെട്ട നന്മകളെ ക്ലോസ് ചെയ്ത് കളഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, ആ തലങ്ങളെ കർത്താവ് വീണ്ടും റീഓപ്പൺ ചെയ്യാൻ പോകുന്നെന്ന് ആത്മാവ് ഒരു ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. എനിക്കറിയാം അഭിഷിക്തനെ, സ്തോത്രം, അത് റിസീവ് ചെയ്തോ, ശക്തമായി റിസീവ് ചെയ്തോ. ഹല്ലേലൂയ. എപ്പോഴോ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മയുടെ തലത്തെ, ഹല്ലേലൂയ, സ്തോത്രം, ആരൊക്കെയോ ചേർന്ന് മാനുഷികമായി കെട്ടിയടച്ച ഒരു വേലി പോലെ ആക്കി തീർത്തെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ വെളിപ്പെടുന്ന അഭിഷേകം കൊണ്ട്, ഹല്ലേലൂയ, ആ വേലി പൊളിച്ചു കളഞ്ഞിട്ട് കർത്താവ്, സ്തോത്രം, നിങ്ങൾക്ക് വേണ്ടി ഒരു ഉറവ തുറക്കുന്നെന്ന് ആത്മാവിൽ ഒരു ദൂത് കൈമാറുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അതേ നോക്കിക്കേ, സിംഹത്തെ ദാവീദ് കീറിക്കളഞ്ഞു, കരടിയെ കീറിക്കളഞ്ഞു, ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ എറിഞ്ഞിട്ടു. തീർന്നില്ല, സൈന്യങ്ങളെ ഓടിച്ചു കളഞ്ഞു. എന്നാൽ, ഹല്ലേലൂയ, എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഹല്ലേലൂയ, സ്തോത്രം, ശൗലിനോട് ദാവീദ് എതിർത്തില്ല കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ശൗലിനോട് എന്ത് ചെയ്തില്ല? പറഞ്ഞേ. ഹല്ലേലൂയ. ശൗലിനോട് എതിർത്തില്ല. ഹല്ലേലൂയ. സാലി സിസ്റ്ററെ, എന്തോ എഴുതിയിരിക്കുന്നത് അവിടെ? ശൗലിനോട് എന്ത് ചെയ്തില്ല? എതിർത്തില്ല. ഹല്ലേലൂയ. തീർന്നില്ല, സ്വന്തം മകനായ അബ്ശാലോം ദാവീദിനോട് എതിർത്തപ്പോഴും അവനോട് എന്ത് ചെയ്തില്ല? യുദ്ധത്തിന് പോയില്ല. ഹല്ലേലൂയ. സ്തോത്രം. അഭിഷേകം ഉള്ളവരുടെ പ്രത്യേകതയാണ്. നിന്റെ അഭിഷേകം ഒറിജിനൽ ആണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ അഭിഷേകം ഒറിജിനൽ ആണെങ്കിൽ നിന്റെ ഇടപെടലുകൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഹല്ലേലൂയ. ശത്രുവിനോട് ഇങ്ങനെയും, ഹല്ലേലൂയ, നിന്റെ പ്രിയപ്പെട്ടവരോട് മറ്റൊരു നിലകളിലും, ഹല്ലേലൂയ, സ്നേഹത്തിന്റെ, സ്തോത്രം, സാഹോദര്യത്തിന്റെ, സമാധാനത്തിന്റെ, ഹല്ലേലൂയ, സ്തോത്രം, അനുഭവങ്ങളായിരിക്കും നീ കൈമാറുന്നത്. എല്ലാവർക്കും ഒരുപോലെ, എല്ലാവരോടും ഒരുപോലെ യുദ്ധം ചെയ്യുന്നവനല്ല അഭിഷിക്തൻ. ഹല്ലേലൂയ. സ്തോത്രം. അവൻ കാര്യങ്ങളെ കണ്ടറിഞ്ഞ് ചെയ്യുന്നവനാ. ഓ, ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. തീർന്നില്ല, ശ്രദ്ധിച്ചേ, ശൗലിനോട് ദാവീദ് എതിർത്തില്ല. ഹല്ലേലൂയ. ശൗലിനോട് പറയാണ്, എന്റെ പിതാവേ എന്നാ പറയുന്നത്, എന്റെ പിതാവേ എന്ന് പറഞ്ഞ് ശൗലിനെ ആദരിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണാം.
ഹല്ലേലൂയ. എന്താ കാരണം എന്താ? ഹല്ലേലൂയ. എന്താ കാരണം എന്താ? ഹല്ലേലൂയ. സ്തോത്രം. ദാവീദ് അഭിഷേകത്തെ മാനിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. യഥാർത്ഥ അഭിഷിക്തനാണ് നീ എങ്കിൽ നീ അഭിഷേകത്തെ മാനിക്കുന്നവനായിരിക്കും. ഹല്ലേലൂയ. എന്റെ കൂടെ ഉണ്ടോ? യഥാർത്ഥ അഭിഷിക്തയാണ് നീ എങ്കിൽ നീ അഭിഷേകം ചെയ്യപ്പെട്ടവരെ മാനിക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ മാനിക്കുന്നവളായിരിക്കും. ഹല്ലേലൂയ. അഭിഷേകത്തെ, സ്തോത്രം, ഹല്ലേലൂയ, നീ നീ എന്താണ്, ഹല്ലേലൂയ, വിലയില്ലാത്തതായി കാണത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, ശൗല് അഭിഷേകം ചെയ്യപ്പെട്ടവനാ, പക്ഷെ അഭിഷേകം പോയി. എന്നിട്ടും ദാവീദ് ശൗലിനെ വിമർശിക്കുന്നില്ല. ഹല്ലേലൂയ. അവിടെയാ കാര്യം ഇരിക്കുന്നത്, അല്ലെ? ഹല്ലേലൂയ. എന്താ കാര്യം? എന്താ? സ്തോത്രം. ഹല്ലേലൂയ. അഭിഷേകം ചെയ്യപ്പെട്ടവനാ ശൗല്, പക്ഷെ അഭിഷേകം പോയി. ദൈവത്തിന്റെ ആത്മാവിനെ അവനിൽ നിന്ന് എടുത്തു കളഞ്ഞു. ഇപ്പോൾ ഇരിക്കുന്നത് ദുരാത്മാവാണ്. എന്നിട്ടും അവന്റെ അഭിഷേകത്തെ ദാവീദ് എന്ത് ചെയ്യുകയാണ്? ബഹുമാനിക്കുകയാണ്. പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവമക്കളെ, സ്തോത്രം. ആർക്കും എതിരെ ഒന്നും പറയാൻ പോകരുത്. ചേർന്ന് രാമേൻ പറഞ്ഞാട്ടെ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നീ ഒരുവനെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് നിന്റെ വീട്ടിൽ നീ കൊയ്യും. ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? അയൽവാസിക്ക് നീ ഒരു വാക്ക് പറഞ്ഞ് വിതച്ചാൽ, സ്തോത്രം, ഹല്ലേലൂയ, അവന്റെ മക്കള്, സ്തോത്രം, നശിച്ചു പോവും. അതെല്ലാം പോക്ക് കേസാന്ന് നീ പറഞ്ഞാൽ എവിടാ സംഭവിക്കാൻ പോകുന്നതെന്നറിയോ? പിടികിട്ടുന്നുണ്ടോ? എവിടാ സംഭവിക്കാൻ പോകുന്നേ? സ്തോത്രം, നിന്റെ വീടിനകത്തായിരിക്കും. കൂട്ടുവിശ്വാസിയെ കുറിച്ച്, സ്തോത്രം, ചർച്ചിലെ ദൈവദാസനെ കുറിച്ച്, ശുശ്രൂഷിക്കുന്നവരെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ ആ അപവാദം എവിടെ വന്ന് വീഴുമെന്നറിയോ? നിന്റെ തലമേൽ വന്ന് വീഴും. അല്ലെ? നീ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തി ആയിരിക്കാം, അതൊക്കെ ശരിയാ. പക്ഷേ അഭിഷേകത്തെ മാനിച്ചോണം, അഭിഷേകത്തെ റെസ്പെക്ട് ചെയ്തോണം, അഭിഷേകത്തെ ബഹുമാനിച്ചോണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ കുഞ്ഞ്, നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. നാം നന്മ വിതച്ചാൽ നന്മ കൊയ്യും. ഹല്ലേലൂയ. സമാധാനം വിതച്ചാൽ സമാധാനം കൊയ്യും. സ്നേഹം വിതച്ചാൽ സ്നേഹം കൊയ്യും. ഹല്ലേലൂയ. പകരം, സ്തോത്രം, നുണയും പരിഹാസവും കപടതയും, സ്തോത്രം, ഹല്ലേലൂയ, എന്താ, സ്തോത്രം, എന്താ, വിമർശനവും ആണ് വിതയ്ക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, കുഞ്ഞ്, നീ 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 സ്തോത്രം, കൊയ്യാൻ പോകുന്ന എന്താണെന്നറിയോ? ഹല്ലേലൂയ. വിമർശനത്തിന്റെ ഒരു വിത്തായിരിക്കും നീ വിതച്ചത്, പക്ഷെ നിന്റെ മേൽ കൊയ്യാൻ പോകുന്ന എത്രയാണെന്നറിയോ? 100 മേനിയായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന അങ്ങനല്ലേ? കർത്താവേ, എന്റെ മേൽ 100 മേനി നന്മ തരണമെന്നല്ലേ? ഹല്ലേലൂയ. അതുപോലെ ആയിരിക്കും കാര്യങ്ങൾ മാറുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം. ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലാത്ത ഒന്നിലും ഇടപെടരുത്. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? എനിക്കറിയാം, ഞാനിത് പറയുമ്പോൾ, സ്തോത്രം, ഭയങ്കരമായൊരു സൈലൻസ് വെളിപ്പെടുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നിങ്ങളെ ഏൽപ്പിക്കാത്ത ശുശ്രൂഷകളിലേക്ക് പോകരുത്. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല പലതും. ആർക്കെതിരെയും ഒന്നും പറയാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. അവൻ വീഴുന്നതും നിൽക്കുന്നതും ദൈവത്തിനാണ്. കുഞ്ഞെ, നിനക്കുമായിട്ട് അത് ബന്ധമില്ല, നീയുമായിട്ട് അതിന് ബന്ധമില്ല. അവൻ വീഴുന്നെങ്കിലും നിൽക്കുന്നെങ്കിലും ദൈവത്തിനാണ്. ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവസന്നിധി നിന്നോണം കേട്ടോ. നമ്മളെ കാര്യം നോക്കണം. ഹല്ലേലൂയ. ചിലരെ കുറിച്ച് പറയുകയാണ്, പരകാര്യം നോക്കുന്നവരാന്ന് അവര്. അവരെങ്ങനെയുള്ളവരാ? സ്വന്തം കാര്യമല്ല നോക്കുന്നത്, പിന്നെ ആരുടെ കാര്യമാ? പരകാര്യം നോക്കുന്നവര്. പരകാര്യം നോക്കുന്നവർ ആരും ഇതിനകത്ത് ഉണ്ടാകരുത്. ചേർന്ന് രാമൻ പറഞ്ഞേ. ഹല്ലേലൂയ. എന്നോട് പിണക്കമില്ലാത്തവർ മാത്രം രാമൻ പറഞ്ഞേ. ഹല്ലേലൂയ. പിന്നെ പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ പിണങ്ങാതിരിക്കുന്നത്? ഹല്ലേലൂയ. ഇപ്പൊ ഇറങ്ങിപ്പോയ, സ്തോത്രം, ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളാന്ന് പറയുന്നത് കൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിപ്പോകാതിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. അതെ, ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയാം. ഹല്ലേലൂയ. നിങ്ങളെ ഏൽപ്പിക്കാത്ത ശുശ്രൂഷ നിങ്ങൾ ചെയ്യാൻ പോവല്ലേ. വിമർശനം നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല ദൈവം. ഹല്ലേലൂയ. ചെയ്യരുത്. ഹല്ലേലൂയ. നന്മ ചെയ്യ, നന്മ നിനക്ക് തിരികെ കിട്ടും. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ശൗലിനോട് ദാവീദ് എതിർത്തില്ല, അബ്ശാലോമിനോട് യുദ്ധം ചെയ്തില്ല. എന്താ കാര്യം? രക്തബന്ധത്തെ ഓർത്തു. ഹല്ലേലൂയ. എന്താണ്? രക്തബന്ധത്തെ ഓർത്തു ദാവീദ്. ഹല്ലേലൂയ. സ്തോത്രം. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, സ്തോത്രം, അഭിഷേകത്തെ മാനിക്കണം. 2, രക്തബന്ധത്തെ ഓർക്കണം. എന്താണ്? ഹല്ലേലൂയ. എന്താ പറഞ്ഞേ? ജോൺസി സിസ്റ്റർ എന്താ പറഞ്ഞേ? ഉഷ സിസ്റ്റർ എന്താ പറഞ്ഞേ? ഹല്ലേലൂയ. 2021 കാണുന്ന ആ ഡിവൈസിനകത്തിരിക്കുന്ന അമ്മച്ചി എന്താ പറഞ്ഞേ? അഭിഷേകത്തെ മാനിക്കണം, രക്തബന്ധത്തെ എന്ത് ചെയ്യണം? ഓർക്കണം. ഹല്ലേലൂയ. സ്തോത്രം. മറന്നു കളയരുത്, അല്ലേ? രഹോബോത്ത് മിനിസ്ട്രി സിസ്റ്ററെ, ഹല്ലേലൂയ, ജിസി സിസ്റ്ററെ, എന്താണ് നമ്മൾ പറഞ്ഞത്? അഭിഷേകത്തെ മാനിക്കണം. രണ്ടാമത്തെ എന്താ? രക്തബന്ധത്തെ ഓർക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് അത് ഇല്ലാത്തെ. ഹല്ലേലൂയ. രക്തബന്ധത്തെ മറന്നു കളയുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ ഓർക്കണം കേട്ടോ, ഓർക്കേണ്ടവരെ ഓർക്കണം. ഹല്ലേലൂയ. മറന്നു കളയരുത്. ചേർന്ന് രാമൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു പരുവായി കഴിഞ്ഞാൽ പിന്നെ അമ്മേനെ വേണ്ട, അപ്പനെ വേണ്ട, മക്കളെ വേണ്ട, അല്ലേ? ഹല്ലേലൂയ. നീ എവിടെയെങ്കിലുമൊക്കെ സക്സസ് ആയെങ്കിൽ, സ്തോത്രം, കുഞ്ഞെ, നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ പിന്നിൽ ഒരു ഗണം നിന്നത് കൊണ്ടാണ് നീ എവിടെയെങ്കിലും എത്തിയത്. ആരും ഇന്നുവരെ ഒറ്റക്ക് നിന്ന് ജയിച്ചിട്ടില്ല.
ഹല്ലേലൂയ. ആരും ഇന്നുവരെ ഒറ്റക്ക് നിന്ന് എവിടെ എത്തിയിട്ടില്ല. ഹല്ലേലൂയ. നിന്റെ അപ്പൻ കൈ പിടിച്ചത് കൊണ്ടാണ് നീ സ്റ്റെപ്പ് കയറിയേ. ഹല്ലേലൂയ. അമ്മ നിന്നെ എടുത്തോണ്ട് നടന്നത് കൊണ്ടാണ് നീ ഉന്നതത്തിൽ എത്തിയത്. അടുത്തൊരു പൊസിഷനിലേക്ക്, അടുത്തൊരു തലത്തിലേക്ക് എത്താൻ നിന്നെ സഹായിച്ചവർ ഒത്തിരി പേരുണ്ട്. അത് ചർച്ചിലെ പാസ്റ്റർ ആയിരിക്കാം, ഹല്ലേലൂയ, കൂട്ടുവിശ്വാസി ആയിരിക്കാം, നിന്നെ സഹായിച്ച നിന്റെ സഹോദരനായിരിക്കാം. രക്തബന്ധത്തെ ഓർക്കണം. ഹല്ലേലൂയ. ഇന്ന് ഈ സമയങ്ങളിൽ ആരെങ്കിലുമൊക്കെ പോയി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിച്ചായിരിക്കും വിടുന്ന, അല്ലേ? ഹല്ലേലൂയ. അങ്ങനല്ലേ സിസ്റ്ററെ, ജിസി സിസ്റ്ററെ? നമ്മളിവിടെ ഉപവാസമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് പലതിനും കരയേറ്റി വിടുകയാ. ഹല്ലേലൂയ. പക്ഷേ അവിടെ ചെല്ലുമ്പോ എന്താ ചെയ്യാ? സ്തോത്രം, ഓർക്കാത്തൊരു തലമുറ. ഹല്ലേലൂയ. പക്ഷേ സ്തോത്രം, മനുഷ്യൻ ഓർക്കണമെന്നില്ല കേട്ടോ, പക്ഷെ ദൈവം നമ്മളെ ഓർത്തോളും. ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ. യഥാർത്ഥ അഭിഷിക്തനാണ് നീ എങ്കിൽ, ഹല്ലേലൂയ, നിനക്ക് രണ്ട് ക്വാളിറ്റികൾ ഉണ്ടാകും. എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, അഭിഷേകത്തെ നീ മാനിക്കും. രണ്ടാമത്തെ എന്താണെന്നറിയോ? രക്തബന്ധത്തെ ഓർക്കും. ദാവീദിന് ഈ നല്ല രണ്ട് ക്വാളിറ്റികൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ സ്തോത്രം. ദാവീദ്, അഭിഷിക്തനായ ദാവീദ്, തലമേൽ അഭിഷേക തൈലം വീണ ദാവീദ് പലവട്ടം ഓടിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. ഓടിപ്പോകേണ്ടി വന്നില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോ പറയത്തില്ലേ, കർത്താവ് എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഈ പരാജയം വരുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഓടിപ്പോകേണ്ടി വന്നത്? യഥാർത്ഥത്തിൽ ഞാനൊരു അഭിഷിക്തനാണോ? യഥാർത്ഥത്തിൽ ഞാനൊരു ദൈവവൈദ്യനാണോ? എന്നിൽ എന്താ കുറവ് എന്ന് ചിന്തിക്കാറുണ്ടോ? ഞാൻ നിങ്ങളോട് പറയാം, അഭിഷേകം ചെയ്യപ്പെട്ടവനും ഓടിപ്പോകേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവന്റെ അവസാനമല്ലത്. അവൻ ഓടിപ്പോയെങ്കിൽ അവൻ തിരികെ വരും. ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അഭിഷിക്തന്മാർ ഓടിപ്പോയാൽ അഭിഷിക്തന്മാർ തിരികെ വരും. ഹല്ലേലൂയ. സാധാരണക്കാർ ഓടിപ്പോയാൽ അവൻ കുഴിയിൽ വീണ് മരിക്കും. പക്ഷേ അഭിഷിക്തനാണോ നീ? സ്തോത്രം. അഭിഷിക്ത ദൈവദാസിയാണോ നീ? ഹല്ലേലൂയ. നിനക്കും ഒരു ഓടിപ്പോക്കുണ്ടെങ്കിലും നീ പോയി പാർത്തിട്ട് കാലമാകുമ്പോൾ, സമയമാകുമ്പോൾ നീ മടങ്ങി വരും. ഹല്ലേലൂയ. എത്ര പേര് ഇത് റിസീവ് ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് സ്തോത്രം, ഓടിപ്പോക്കിനകത്തിരിക്കുന്ന ചിലരുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, അത് എന്നേക്കുമായി നിങ്ങളുടെ തോൽവിയല്ല കേട്ടോ. ഒരു ടൈം പീരീഡ് അതിനകത്ത് ഇരുന്നിട്ട് ദൈവം നിങ്ങളെ മടക്കി കൊണ്ടുവരും, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോടൊക്കെയോ ആത്മാവ് ഇടപെടുന്നല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഉഷസിസ്രേ, ഹല്ലേലൂയ, ഓടിപ്പോക്കല്ല, ഹല്ലേലൂയ, മടങ്ങി വരവുണ്ട് കേട്ടോ. ഹല്ലേലൂയ, മടങ്ങി വരവുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ബ്ലെസ് സിസ്റ്ററേ, ഒരു മടങ്ങി വരവുണ്ട്. ചിലയിടങ്ങൾക്കകത്ത് നിന്ന് ഒരു മടങ്ങി വരവുണ്ട്. സാലി സിസ്റ്റർ, ഹല്ലേലൂയ, മടങ്ങി വരവുണ്ട് കേട്ടോ. ചിലതിനകത്ത് നിന്ന് ഹല്ലേലൂയ ദൈവം മടക്കി വരുത്തും. എപ്പോഴും ഓടിപ്പോക്കല്ല. ഹല്ലേലൂയ. എപ്പോഴൊക്കെ നീ ഓടിപ്പോയിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ദൈവം നിന്നെ മടക്കി കൊണ്ടുവരും. ഹല്ലേലൂയ സ്തോത്രം. ദാവീദിന് മുട്ടു വന്നു, എന്നാൽ ദൈവം അവന്റെ മുട്ട് തീർത്തു. ഹല്ലേലൂയ. ദാവീദിന് മുട്ട് വന്നോ? മുട്ട് വന്നു. ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞതുപോലെ ആയുധത്തിന് മുട്ട് വന്നു, പണത്തിന് മുട്ട് വന്നു, സമ്പത്തിന് മുട്ട് വന്നു, നന്മകൾക്ക് മുട്ട് വന്നു, സ്നേഹബന്ധങ്ങൾക്ക് മുട്ട് വന്നു. പക്ഷേ ഹല്ലേലൂയ ദൈവം അവന്റെ മുട്ട് തീർത്തു. ചേർന്ന് രാമൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് സ്തോത്രം, മുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നിങ്ങളെ മുട്ട് തീർക്കും. 2025 നിങ്ങളെ മുട്ട് തീർക്കും കേട്ടോ. സിജി സിസ്റ്ററെ, 2025 മുട്ട് തീർക്കുന്ന വർഷമാ. ഹല്ലേലൂയ സ്തോത്രം. മിനിസ്ട്രിക്കകത്ത് മുട്ട് തീർക്കുന്ന ഒരു വർഷമാ. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സ്തോത്രം, ഹല്ലേലൂയ, ചില ബന്ധങ്ങൾ കർത്താവ് തരുമെന്ന് എന്നോട് പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ സഹോദരിമാർ തമ്മിൽ ഉന്നതരായി ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി നിൽക്കുന്ന ചില ആത്മിക കണക്ഷൻസ് ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ വെളിപ്പെട്ട് വരുന്നു. അത് വേഗത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോണം. നിങ്ങൾ ഈ മിനിസ്ട്രിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ചോണം. കർത്താവെ, ദൈവഹിതമായ ആത്മബന്ധങ്ങളെ കണക്ട് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അത് സ്തോത്രം, അടുത്ത് വന്ന് പാളിപ്പോകരുത്. ഹല്ലേലൂയ സ്തോത്രം. ദാവീദിന്റെയും യോനാഥാന്റെയും ഹൃദയം ഒന്നിച്ചതുപോലെ ചിലതിനെ സ്തോത്രം, ഹല്ലേലൂയ, പ്രാണസ്നേഹിതരായി തരാൻ പോവാ കേട്ടോ സിസ്റ്ററെ. ഹല്ലേലൂയ. പ്രാണസ്നേഹിതരായി തരാൻ പോവാ. ചിലതൊക്കെ ഒഴിഞ്ഞു പോയി ഇടത്തെ ഫില്ല് ചെയ്യാൻ പോവാ കർത്താവ്. ഹല്ലേലൂയ സ്തോത്രം. ഇതൊരു ദൂതാകട്ടോ, പിടിച്ചോണേ. ഹല്ലേലൂയ. ചിലതൊക്കെ ഒഴിഞ്ഞു പോയി, ചില കസേരകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ദൂത് കൈമാറാം. സ്തോത്രം. അലങ്കരിക്കും ദൈവം ചിലതിനെ കൊണ്ട്. ഹല്ലേലൂയ. ഈ മിനിസ്ട്രിയോട് ദൂത് കൈമാറുന്നു. അലങ്കരിക്കും ദൈവം ചിലതിനെ കൊണ്ട് ഈ മിനിസ്ട്രിയെ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദാവീദിന് മുട്ട് വന്നു, എന്നാൽ ദൈവം അവന്റെ മുട്ട് തീർത്തു. ദാവീദിന് നഷ്ടം വന്നു, എന്നാൽ ദൈവം നഷ്ടത്തെ ലാഭമാക്കി തീർത്തു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന
വെളിപ്പെടുന്ന സ്തോത്രം 25 ഡിവൈസുകളോട് ഞാൻ പറയാം. ഹല്ലേലൂയ. ദാവീദിന് മുട്ട് വന്നു, പക്ഷേ ദാവീദിന്റെ മുട്ട് ദൈവം തീർത്തു. ഹല്ലേലൂയ. ദാവീദിന് നഷ്ടം വന്നു, എന്നാൽ ദാവീദിന്റെ നഷ്ടത്തെ ദൈവം ലാഭമാക്കി തീർത്തു. ഹല്ലേലൂയ. സോണി സിസ്റ്ററെ, ഹല്ലേലൂയ. നഷ്ടം വന്നു, പക്ഷെ നഷ്ടത്തെ ലാഭമാക്കി തീർത്തെന്ന്. ഹല്ലേലൂയ. നമുക്കൊന്നും നഷ്ടമല്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവം ഇതിനകത്ത് സ്തോത്രം ലാഭകരമായ ഒരു കൊയ്ത്ത് വെളിപ്പെടുത്തുകയാണ് കേട്ടോ. ലാഭകരമായ ഒരു കൊയ്ത്ത്. ഹല്ലേലൂയ. 2021 എന്ന് എഴുതിയിരിക്കുന്ന ഡിവൈസിനകത്ത് ഇരിക്കുന്ന അമ്മച്ചി, ഹല്ലേലൂയ, സ്തോത്രം, ലാഭകരമായ ഒരു കൊയ്ത്ത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഏത് പറയുമ്പോ എനിക്ക് അറിയത്തില്ല, ശുശ്രൂഷ തലത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, ശുശ്രൂഷ തലത്തിൽ അങ്ങനെ ഒരു ആത്മമണ്ഡലം കർത്താവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം അതിനകത്ത് ശക്തമായി, സ്തോത്രം, ഈ നാളുകളിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. റിസീവ് ചെയ്യാൻ കഴിയുമോ? ഹല്ലേലൂയ. കർത്താവ് ഉപയോഗിക്കാൻ പോവാ. പ്രാർത്ഥിക്കുന്ന ഒരു തലത്തെ കർത്താവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. ഭയങ്കരമായ ഒരു പ്രയർ നടക്കുന്നു നിങ്ങളുടെ ഭവനത്തിനകത്ത്. ഭയങ്കരമായ പ്രയർ. ചിലതിനെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ പോവുക കേട്ടോ. ചിലതിനെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ പോവുക. ഇരുട്ടിൽ കിടക്കുന്ന ചിലതിനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ചില ആട്ടിൻ കുഞ്ഞുങ്ങളെ സിംഹവും കരടിയും പിടിച്ചോണ്ട് പോയെങ്കിൽ അതിന്റെ വായിന്ന് പിടിച്ചോണ്ട് വരുന്നത് പോലെ. ഹല്ലേലൂയ. അമ്മച്ചി പ്രാർത്ഥിച്ചോ കേട്ടോ. ഹല്ലേലൂയ. ആ ഡിവൈസിനകത്തോടാ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നേ. സിംഹത്തിന്റെ വായിരിക്കുന്ന ചിലതിനെ പിടിച്ചോണ്ട് വരുന്ന പോലെ. ഹല്ലേലൂയ. ഇന്നലകളിൽ ചെയ്തതിനേക്കാൾ ശക്തമായി നിയോഗങ്ങൾ, ഹല്ലേലൂയ, ദൈവം വെളിപ്പെടുത്തും യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഞാൻ പ്രാർത്ഥിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഒന്നിച്ച് മൂവ് ചെയ്യുകയാണ്. സ്തോത്രം. ശ്രദ്ധിച്ചോട്ടെ. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ദാവീദിനെ ചിലരൊക്കെ മാറ്റി നിർത്തി. ഹല്ലേലൂയ. ദാവീദിനെ ചിലരൊക്കെ മാറ്റി നിർത്തി. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദിനോട് കൂട്ടുകൂടാൻ ചിലരൊക്കെ വിസമ്മതിച്ചു. സ്തോത്രം. ദാവീദിന്റെ ശുശ്രൂഷ ശരിയല്ലെന്ന് പറഞ്ഞു. ഹലോ, എന്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ചിലർക്ക് ഇത് പിടികിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദെ, നിന്റെ ശുശ്രൂഷ ശരിയല്ലെന്ന് ചിലർ പറഞ്ഞു. ഹല്ലേലൂയ. നിന്റെ പ്രവചനം ശരിയല്ലെന്ന് പറഞ്ഞു. നിന്റെ പ്രാർത്ഥന ശരിയല്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിന്റെ കൂട്ടായ്മ ശരിയല്ല, അതിനകത്ത് കയറരുത് എന്ന് പറഞ്ഞ തലമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എനിക്കറിയാം, ലവ് ആൻഡ് ലൈഫ് മിനിസ്ട്രീസ്, സ്തോത്രം, ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭ, ഹല്ലേലൂയ, സ്തോത്രം, അതിനെതിരെ ഭയങ്കര കാറ്റും കോളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ സ്തോത്രം, മീറ്റിംഗ് ഇന്ന് വരെ നിന്നു പോയില്ല. 4.5 വർഷമായിട്ട് തുടരുകയും ചേർന്ന രാമൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. രാവും പകലും ആരാധന നടക്കുക. ഹല്ലേലൂയ. സ്തോത്രം. എനിക്കറിയാം, ഉണർവിന്റെ ഒരു ഭാഗമായിരിക്കും ലവ് ആൻഡ് ലൈഫ് മിനിസ്ട്രീസ്. അതുപോലെ ഞാൻ രഹാബോത്തിനോട് പറയുന്നു, ഹല്ലേലൂയ, രഹാബോത്ത് മിനിസ്ട്രിയോട് പറയുന്നു, നിങ്ങൾ ഉണർവിന്റെ ഒരു ഭാഗമായിരിക്കും. കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. പ്രയർ കണ്ടിന്യൂ ചെയ്തോ. ശക്തമായിട്ട് മുമ്പോട്ട് പോകണം. നിർത്തിക്കളയാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. തടസ്സങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇരുളിന്റെ വ്യാപാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ സ്തോത്രം അതിനെ ക്യാൻസൽ ചെയ്യുക. കർത്താവ് ഈ മിനിസ്ട്രിക്ക് വേണ്ടി സ്തോത്രം ചിലതിനെ കർത്താവ് ഒരുക്കിയെടുക്കുന്നതിനായി നന്ദി പറയും. സിസ്റ്ററെ, ഹല്ലേലൂയ, സ്തോത്രം. ഈ കർത്താവിനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെ പറയുന്നേ, സ്തോത്രം, വാർത്തെടുക്കും ചിലതിനെ കേട്ടോ. അല്ലെ, മിനിസ്ട്രി തലത്തിൽ വാർത്തെടുക്കും. ഈ മിനിസ്ട്രി മുഖാന്തരം അനേകർ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. അനേകർ മാനസാന്തരപ്പെടും. സ്തോത്രം. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ചില കുഞ്ഞുങ്ങൾ മടങ്ങി വരും. ഹല്ലേലൂയ. സ്തോത്രം. ചില കുഞ്ഞുങ്ങൾ മടങ്ങി വരും. ഹല്ലേലൂയ. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സ്തോത്രം, ചെറുപ്പ പ്രായത്തിൽ ഓർഗൻ വായിച്ച് കീബോർഡ് വായിച്ച് പാടിക്കൊണ്ടിരുന്ന, ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരുന്ന, ശുശ്രൂഷയിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പൈതല് ഇന്ന് സ്തോത്രം ലോകക്കാരനെ പോലെ നടക്കുന്ന അനുഭവത്തിൽ നിൽക്കുന്ന ഒന്നിനെ കർത്താവ് മടക്കി തരാൻ പോവാ ഈ മിനിസ്ട്രിക്ക് വേണ്ടി. ഹല്ലേലൂയ. കർത്താവിനോട് അങ്ങനെ തന്നെ പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ലോകക്കാരെ പോലെ നടക്കുന്ന ഒന്നിനെ, സ്തോത്രം, ഹല്ലേലൂയ, കംപ്ലീറ്റ് ആയിട്ട് തെറ്റിപ്പോയിരിക്കുന്ന ഒന്നിനെ, ഹല്ലേലൂയ, ദൈവം തിരികെ കൊണ്ടുവരാൻ പോവാ. ഹല്ലേലൂയ. സ്തോത്രം. അവൻ പാടും കേട്ടോ. ഹല്ലേലൂയ. അവൻ ആരാധിക്കും ദൈവത്തെ, അവൻ സ്തുതിക്കും. ഹല്ലേലൂയ. ഏതോ ഒരു അമ്മയുടെ കണ്ണുനീര് ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നൊരു കാഴ്ചയാണ് കർത്താവിനെ കാണിക്കുന്നത്. ഹല്ലേലൂയ. കുഞ്ഞെ, നിന്റെ കണ്ണുനീരിനെ മറികടക്കത്തില്ല ദൈവം. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിനെ ആദരിച്ചിട്ട്,
ഹാലലൂയ, അവനെ നിനക്ക് മടക്കി തരുമെന്ന്. ഓ ഹാലലൂയ, ആ കുഞ്ഞിനെ നിനക്ക് മടക്കി തരും കേട്ടോ ദൈവം. ആ കുഞ്ഞിനെ നിനക്ക് മടക്കി തരും ദൈവം. ഹാലലൂയ. ചിലരൊക്കെ ദാവീദിനെ മാറ്റി നിർത്തി. എന്നാൽ ഹാലലൂയ, ഒത്തിരി വീരന്മാരെ ദൈവം ദാവീദിന് കൊടുത്തു. ഹാലലൂയ, സ്തോത്രം. ഹാലലൂയ സിസ്റ്ററെ, ജിസു സിസ്റ്ററെ, ഹാലലൂയ. ചിലരൊക്കെ മാറ്റി നിർത്തി കേട്ടോ ദാവീദിനെ. പക്ഷേ ഹാലലൂയ, ദാവീദിന് ദൈവം ഒത്തിരി വീരന്മാരെ കൊടുത്തു. ഹാലലൂയ, വീരന്മാരെ കൊടുത്തു. ചിലരൊക്കെ പോകുന്ന നല്ലതാ കേട്ടോ. ഹാലലൂയ, ചിലരൊക്കെ മാറി നിൽക്കുന്ന നല്ലതാ. ചിലരൊക്കെ സ്നേഹിക്കാത്ത നല്ലതാ. ചിലരൊക്കെ ഒറ്റപ്പെടുത്തുന്നത് നല്ലതാ. ഹാലലൂയ, എല്ലാവരോടും പറയാ കേട്ടോ. ഹാലലൂയ, ചിലരൊക്കെ ഒറ്റപ്പെടുത്തുന്നത് നല്ലതാന്ന്. ഹാലലൂയ, പറയാൻ പറ്റുമോ അങ്ങനെ? ഓ, കൈ ഉയർത്തി എന്ന് പറഞ്ഞേ, ഓ അവരെന്നെ ഒറ്റപ്പെടുത്തിയ നല്ലതാ. ഹാലലൂയ, കർത്താവ് എനിക്കത് പറയാൻ പറ്റുന്നില്ലെന്ന് ചിലർ പറയാ. ഹാലലൂയ, കുഞ്ഞെ നീ പറഞ്ഞോ കേട്ടോ. അവരെക്കാൾ മിടുക്കന്മാരെ, അവരെക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്നവരെ, അവരെക്കാൾ അഭിഷിക്തരായവരെ, അവരെക്കാൾ പ്രയോജനപ്പെടുന്നവരെ ദൈവം നിന്റെ കരത്തിൽ കൊണ്ട് തരും. ഹാലലൂയ, യേശുവിന്റെ നാമത്തിൽ. എന്നാൽ ഒത്തിരി വീരന്മാരെ ദൈവം ദാവീദിന് കൊടുത്തു. ഹാലലൂയ, സ്തോത്രം. നമ്മൾ അവിടേക്കാ വരുന്നത്. എന്റെ മുൻപിൽ ഇനിയൊരു സ്തോത്രം 25 മിനിറ്റ്സ് ഉണ്ട് അല്ലെ, 25 മിനിറ്റ് ഉണ്ട്. ഹാലലൂയ, 25 മിനിറ്റ് കൊണ്ട് ഞാനിതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കും. ദിനവൃത്താന്ത പുസ്തകം 12-ാം അധ്യായം അതിന് 8-ാം വാക്യം വായിക്കാമോ? ദിനവൃത്താന്ത പുസ്തകം 12-ാം അധ്യായം 8-ാം വാക്യം. താങ്ക് യു ജീസസ്. ജീസസ്. പരിചയും കുന്തവും എടുക്കാൻ പ്രാപ്തിയുള്ള വീരന്മാരും യുദ്ധാഭ്യാസികളും ഗാദ്യരെ പിരിഞ്ഞു വന്ന് മരുഭൂമിയിൽ ദുർഗത്തിൽ ദാവീദിനോട് ചേർന്നു. അവർ സിംഹമുഖന്മാരും മലകളിൽ മാൻപേടകളെ പോലെ വേഗതയുള്ളവരുമായിരുന്നു. എന്റെ ശബ്ദം കേൾക്കാമോ നിങ്ങൾക്ക്? ഇടയ്ക്കൊരു കോള് വന്നിരുന്നേ, ചോദിച്ചു. ഓക്കെ, സ്തോത്രം. ഞാൻ ഇവിടെ നിന്ന് ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കും. സ്തോത്രം. ഇത്ര നേരം നിങ്ങൾ ഹാലലൂയ, ദൈവത്തിന് കേൾക്കാമോ? സ്തോത്രം. ഹാലലൂയ. ഓക്കെ, ഒരു കോള് വന്നായിരുന്നു. അത് കട്ട് ചെയ്താൽ പിന്നെയും വിളിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് സംസാരിച്ചിട്ട് കട്ട് ചെയ്തത്. ഓക്കെ, ദൈവത്തിന് മഹത്വം കരയറ്റാം. ഇന്ന് നമ്മൾ ഒന്നിച്ച് തുടർന്ന് വളരെ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ഇരിക്കാനായി പോവുക. വളരെ ശ്രദ്ധിച്ചോണം. ഇതുവരെയും ആരെങ്കിലും കേൾക്കാതെ പോയെങ്കിലും സാരമില്ല. ഇനി അങ്ങോട്ടുള്ളത് നിങ്ങൾ കേൾക്കാതെ പോകരുത്. ഹല്ലേലൂയ, ശ്രദ്ധിച്ചേ. സ്തോത്രം. ദാവീദിനോട് ചേരാതെ ചിലരൊക്കെ മാറി നിൽക്കുകയും ദാവീദിനെ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്ത ഒത്തിരി പേരുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ദിനവൃത്താന്ത പുസ്തകം 12-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: പരിചയും കുന്തവും എടുപ്പാൻ പ്രാപ്തിയുള്ള വീരന്മാരെ ദൈവം ദാവീദിന് കൊടുത്തു. ഹല്ലേലൂയ. എങ്ങനെയുള്ളവരെ കൊടുത്തു? ഹല്ലേലൂയ. 2025 സ്തോത്രം, കർത്താവ് വീരന്മാരെ ദൈവസഭകൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാനായി പോകുന്ന സ്തോത്രം ദിവസങ്ങളാണ്. എത്ര പേര് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. പ്രാർത്ഥനാ വീരന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കാനായി പോവുകയാണ്. ഹാലലൂയ. പ്രാർത്ഥനാ വീരന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കാനായി പോകുക. സ്പിരിച്വലി അസാധാരണമായ ദൈവശക്തിയുള്ള അഭിഷിക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കാനായി പോകുക. ഹാലലൂയ. ലോകവ്യാപകമായി ശക്തമായ ഒരു ഉണർവ് സംഭവിക്കാനായി പോകുക. ഹാലലൂയ. എത്ര പേര് അത് ആഗ്രഹിക്കുന്നുണ്ട്? നാളുകളായി ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന തലമുറകളാണ് എന്റെ മുൻപിൽ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ഹാലലൂയ. ഞാൻ അവരോട്, ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മറുപടികൾ വെളിപ്പെടാനായി പോകുകയാണ്. ദൈവം വീരന്മാരെ എഴുന്നേൽപ്പിക്കാനായി പോകുന്നു. ഹാലലൂയ. ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും അഭ്യാസം അറിയുന്ന, ഹാലലൂയ, ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും എറിയാൻ അറിയുന്ന ഹാലലൂയ വീരന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കാനായി പോകുകയാണ്. ഹാലലൂയ. പ്രാർത്ഥിച്ചോ കേട്ടോ, പ്രാർത്ഥിച്ചോ. ഹാലലൂയ. പരിചയും കുന്തവും എടുപ്പാൻ പ്രാപ്തിയുള്ള വീരന്മാർ. ഹാലലൂയ. ഒരു ഗോലിയാത്ത് വന്ന് നിൽക്കുമ്പോ പരിചയും കുന്തവും ഇട്ടിട്ട് ഓടുന്ന വീരന്മാരെ കുറിച്ചല്ല. ഹാലലൂയ. ഒരു ഗോലിയാത്ത് വന്ന് മുൻപിൽ വന്ന് ദൈവത്തെ വെല്ലുവിളിക്കുമ്പോ, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ വെല്ലുവിളിക്കുമ്പോ, ദൈവത്തിന്റെ രാജ്യത്തിനെതിരെ ഹാലലൂയ ഗോലിയാത്ത് വന്ന് നിൽക്കുമ്പോ പരിചയും കുന്തവും ഇട്ടുകളഞ്ഞവന്മാരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഹാലലൂയ. യുദ്ധം ചെയ്യാൻ അറിയുന്ന, പരിചയും കുന്തവും എടുത്ത്
ഹല്ലേലൂയ, നന്നായി യുദ്ധം ചെയ്യാൻ അറിയുന്ന വീരന്മാരെ. എന്താ ഈ വീരന്മാരെന്ന് പറഞ്ഞാൽ അറിയാവോ നിങ്ങൾക്ക്? ഹല്ലേലൂയ, യുദ്ധം വരുമ്പോ ഇട്ടിട്ട് ഓടുന്നവന്മാരുടെ പേരല്ല വീരന്മാര്, മരണം വരെ യുദ്ധം ചെയ്യുന്നവരുടെ പേരാ വീരന്മാർ. ഓ, ചേർന്ന് രാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദേ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയെ നിങ്ങൾ ഇട്ടുകളയരുത് കേട്ടോ, ഇട്ടുകളയരുത്. ഇത് ഞാൻ എന്നോടും കൂടെ പറയുന്ന ദൂതാ. ഹല്ലേലൂയ, ഇട്ടുകളയരുത് കേട്ടോ. ദൈവം തന്ന ഗിഫ്റ്റിനെ ഇട്ടുകളയരുത്, ദൈവം തന്ന ശുശ്രൂഷയെ നീ ഇട്ടുകളയരുത്. ഹല്ലേലൂയ, ദൈവം തന്ന ആത്മനിയോഗങ്ങളെ നീ ഇട്ടുകളയരുത്. കുഞ്ഞെ, നീ ഒരു വീരനാണ്, വീരയാണെന്ന് തെളിയിക്ക. സാഹചര്യങ്ങളെ കണ്ട് പിന്മാറുന്നവനല്ല ഹല്ലേലൂയ യഥാർത്ഥ അഭിഷിക്തൻ. ഹല്ലേലൂയ, സാഹചര്യങ്ങളെ കണ്ട് ഇപ്പോൾ ഇല്ല, ഞാൻ നാളെ വരാന്ന് പറയുന്നവനല്ല അഭിഷിക്തൻ. ഹല്ലേലൂയ, സാഹചര്യങ്ങളുടെ നടുവിൽ കയറി ഇടിവിൽ നിൽക്കുന്നവന്റെ പേരാണ് അഭിഷിക്തൻ. എത്ര പേരുണ്ട് ഈ മീറ്റിങ്ങിനകത്ത്? അങ്ങനെയുള്ളവർ എത്ര പേരുണ്ട്? വീരന്മാർ, വീരമാരായിട്ട് എത്ര പേരുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥിക്കാൻ അറിയുന്ന, ഹല്ലേലൂയ, സ്തോത്രം. ജാഗരിക്കാൻ അറിയുന്ന, വിശ്വസിക്കാൻ അറിയുന്ന, ഹല്ലേലൂയ, സ്തോത്രം, അഭിഷിക്തന്മാർ എത്ര പേരുണ്ട് ഇതിനകത്ത്? ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ആത്മാവിൽ ജാഗരിച്ചു തുടങ്ങിക്കോണം കേട്ടോ. ഹല്ലേലൂയ, അന്യഭാഷകൾ എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ഓ, പ്രാർത്ഥിക്കാൻ അറിയാവുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഹല്ലേലൂയ, കുഞ്ഞെ, സ്തോത്രം. ഹല്ലേലൂയ, അഭിഷേകമുള്ള അനോയിന്റഡ് ആയി എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഹല്ലേലൂയ, കൃപാവരങ്ങളുള്ള എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഇട്ടുകളയരുത്, നീ ഇട്ടുകളയരുത്. നിന്റെ പരിച നീ ഇട്ടുകളയരുത് കേട്ടോ. ഹല്ലേലൂയ, എനിക്കറിയാം ആരോടൊക്കെ ആത്മാവ് ദൂത് പറയുക. ഹല്ലേലൂയ, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നീ ഇട്ടുകളയരുത്. ഹല്ലേലൂയ, നിന്റെ കയ്യിലിരിക്കുന്ന പരിച മറ്റാർക്കും കൊടുക്കാതെ ദൈവം നിന്നെ ഏൽപ്പിച്ചെങ്കിൽ ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, നിന്റെ കയ്യിലിരിക്കുന്ന കുന്തം, ഹല്ലേലൂയ, മറ്റാർക്കും കൊടുക്കാതെ നിന്റെ കരത്തിൽ വെച്ച് തന്നെങ്കിൽ, ഹല്ലേലൂയ, അതിന് ദൈവത്തിന് നിന്നോട് പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, കുഞ്ഞ്, നീ വീരനാണെന്ന് തെളിയിക്കണം കേട്ടോ. 2025 നീ വീരയാണെന്ന് തെളിയിക്കണം. ഹല്ലേലൂയ, പാസ്റ്റർമാരെ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രവാചകന്മാരെ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സകലരോടും, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോട്, ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ പ്രവചിക്കാം. ഹല്ലേലൂയ, കുഞ്ഞുങ്ങളെ, വീരന്മാരായി, വീരമാരായി എഴുന്നേൽക്ക്. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദിന് ദൈവം കൊടുത്ത, ഹല്ലേലൂയ, ആളുകളെ കുറിച്ച് പറയുകയാണ്. അവർ, ഹല്ലേലൂയ, പരിചയും കുന്തവും എടുക്കാൻ കഴിയുന്ന വീരന്മാരായിരുന്നു. ഹല്ലേലൂയ, തീർന്നില്ല. അവരുടെ പ്രത്യേകതകൾ രണ്ടാണ്. ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നാ മനസ്സിലാക്കുന്നേ. ഹല്ലേലൂയ, അവരുടെ പ്രത്യേകതകൾ രണ്ടാണ്. എന്താണെന്നറിയോ? ഒന്നാമത്തത്, അവർ സിംഹമുഖമുള്ളവരായിരുന്നു. എങ്ങനെയുള്ളവരാ? സ്തോത്രം, സിംഹമുഖമുള്ളവനായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഈ ദാവീദ് ജനിച്ചത് യഹൂദ ഗോത്രത്തിലാ കേട്ടോ. ഹല്ലേലൂയ, യഹൂദ എന്ന ഗോത്രമാണ് അല്ലെ. ദാവീദിന്റെ ഗോത്രത്തിൽ തന്നെയാണ് യേശു ക്രിസ്തു വന്ന് ജനിക്കുന്നത്. ഹല്ലേലൂയ, യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ. ഹല്ലേലൂയ, യഹൂദ ഗോത്രത്തിലെ സിംഹമായവന്റെ മക്കൾക്ക് എങ്ങനെയുള്ള മുഖമായിരിക്കും? ഹല്ലേലൂയ, പൂച്ചയുടെ മുഖമോ? ഹല്ലേലൂയ, നായുടെ മുഖമാണോ? ഹല്ലേലൂയ, മറ്റേതെങ്കിലും മൃഗത്തിന്റെ മുഖമാണോ? അല്ല കേട്ടോ. ഹല്ലേലൂയ, സിംഹമുഖമാണ്. ഹല്ലേലൂയ, എന്തുകൊണ്ടാ ദാവീദിന് മുൻപിൽ ആ സിംഹം വഴിമാറിയെന്ന് നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ, ഈ ഭൂമിയിൽ ജീവിച്ച സിംഹം വഴിമാറും സ്വർഗത്തിൽ നിന്നൊരു സിംഹം വെളിപ്പെട്ട് വരുമ്പോ. പിടികിട്ടിയോ? ഹല്ലേലൂയ, അവന്റെ മേൽ കിടന്ന അഭിഷേകം ഏതാണെന്നറിയോ? ആ സിംഹത്തിന് കാണാൻ കഴിഞ്ഞു. ഹല്ലേലൂയ, ദാവീദിന്റെ മേൽ കിടന്ന അഭിഷേകം സിംഹമുഖമുള്ള അഭിഷേകമാണെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെങ്ങനെ അവന് തകർത്ത് കളയാൻ കഴിയാതിരിക്കുന്നു അല്ലേ? ഹല്ലേലൂയ, നിൽക്കാൻ കഴിയത്തില്ല നിന്റെ മുൻപിൽ. കാരണം എന്താ? യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ നിന്റെ അകത്തിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നേ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ അകത്തിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ, നിങ്ങൾക്ക് എത്ര പേർക്ക് അതിന്റെ വലിപ്പം മനസ്സിലായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഹല്ലേലൂയ, മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു ഒരു വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയ ഈ നക്ഷത്രങ്ങളെ, ഈ പ്രപഞ്ചത്തെ, ഹല്ലേലൂയ, ഈ സസ്യജാലങ്ങളെ, ഈ മൃഗങ്ങളെ, ഹല്ലേലൂയ, സകലത്തെയും ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയ സർവശക്തനായ ദൈവം എന്റെ അകത്തിരിക്കുന്നെന്ന് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ, എന്നിട്ടാണോ കുഞ്ഞെ നീ ഭാരപ്പെടുന്നേ? എന്നിട്ടാണോ നിന്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ നീ പകച്ചു നിൽക്കുന്നേ? ഹല്ലേലൂയ, നിന്റെ മുഖം സിംഹമുഖമുള്ളതായി തീരട്ടെ. ഹല്ലേലൂയ, യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ നിന്റെ അകത്തിരിക്കുമ്പോ നിന്റെ മുഖം എങ്ങനെ റിഫ്ലക്ട് ചെയ്യണ്ടേ? ഹല്ലേലൂയ, സ്തോത്രം. ഒരു കണ്ണാടി എടുത്ത് നോക്കണം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. നിനക്ക് കാണാൻ പറ്റും നിന്റെ മുഖത്തെ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കണ്ണാടി എടുത്ത് നോക്കണം കേട്ടോ. ഹല്ലേലൂയ, നിന്റെ മുഖം സാധാരണ മുഖമല്ല. ഹല്ലേലൂയ, സ്തോത്രം. സിംഹമുഖമുള്ളവനായ, ഹല്ലേലൂയ. അവരുടെ മുഖം എങ്ങനെയുള്ള മുഖമായിരുന്നു? ഓ, നിങ്ങൾ നോക്കിക്കേ, അവരുടെ മുഖം എങ്ങനെയുള്ള മുഖമായിരുന്നു? സിംഹമുഖമുള്ളവർ. ഹല്ലേലൂയ, ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഈ കാലഘട്ടത്തിലെ അഭിഷിക്തന്മാരുടെ മുഖം എങ്ങനെയുള്ളതായി തീരണം? ദാവീദിനോട്, ഹല്ലേലൂയ, അഭിഷിക്തനോട് ചേർന്ന് നിൽക്കുന്ന
വീരന്മാരുടെ മുഖം എങ്ങനെയുള്ളതായി തീരണം? സിംഹമുഖമുള്ള വീരന്മാർ. ഹല്ലേലൂയ. തീർന്നില്ല, അടുത്ത എഴുതിയിരിക്കുകയാണ് കേട്ടോ. മലകളിലെ മാൻപേടകളെ പോലെ വേഗതയുള്ളവരായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കാട്ടിലെ മാൻപേടയെന്നല്ല. ഹല്ലേലൂയ. താഴ്വരയിലെ മാൻപേടയെന്നല്ല. വീട്ടി വളർത്തുന്ന മാൻപേടയെന്നല്ല. പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? മലകളിലെ മാൻപേടകളുടെ കാലുകളുടെ വേഗത. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഈ വീരന്മാരുടെ പ്രത്യേകത എന്നാണെന്നറിയോ? അവൻ ഒരു മലയിൽ നിന്നിട്ട് ചാടിയാൽ അടുത്ത മലയില അവന്റെ കാല്. ഓ, പിടികിട്ടിയോ? ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാനൊരു ദൂത് ഇങ്ങനെ പറയാം. ഹല്ലേലൂയ. നിന്റെ വേഗത എങ്ങനെ മാറാൻ പോകുന്നതെന്ന് അറിയാമോ? അഭിഷേകമുള്ള ദൈവത്തിന്റെ പൈതലെ, വീരന്മാരായ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, ഒരു മലയിൽ നിന്ന് അപ്പുറത്തെ മലയിലേക്ക് ചാടുന്നത് പോലെ ഒരു പട്ടണത്തിൽ നീ ശുശ്രൂഷ ചെയ്ത്, ഹല്ലേലൂയ, അടുത്ത കാല് നീ വെക്കുന്നത് അടുത്ത പട്ടണത്തിലായിരിക്കും. ഹല്ലേലൂയ. ഒരു രാജ്യത്ത് നിന്ന് നീ പൊങ്ങുന്നത്, ഹല്ലേലൂയ, അടുത്ത രാജ്യത്തിനകത്തായിരിക്കും. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? രാജ്യങ്ങൾക്കകത്ത്, ഹല്ലേലൂയ, പട്ടണങ്ങൾക്കകത്ത് കർത്താവ് നിന്നെ ഓടിക്കാനായി പോകുക. 2025 വരെ, ഹല്ലേലൂയ, നീ ഓടിയതുപോലെ ആയിരിക്കത്തില്ല ഇന്ന് നീ ഓടാനായി പോകുന്നത്. 2025 വരെ നീ യാത്ര ചെയ്തതുപോലെ ആയിരിക്കത്തില്ല ഇനി നീ അങ്ങോട്ട് യാത്ര ചെയ്യാനായി പോകുന്നത്. ഹല്ലേലൂയ. മലകളുടെ മാൻപേടകളുടെ കാലുകളുടെ വേഗത ഇന്ന് രാത്രിയിൽ മിനിസ്ട്രിയുടെ മേൽ ആത്മാവ് കൈമാറുകയാണ്. എത്ര പേര് റിസീവ് ചെയ്യുന്നുണ്ട്? എത്ര പേര് റിസീവ് ചെയ്യുന്നുണ്ട്? ആത്മാവിനൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, മലകളിലെ മാൻപേടകൾക്ക് തുല്യമായ വേഗത ഞങ്ങളെ മിനിസ്ട്രിക്കകത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞേ, നിന്റെ കാലുകളുടെ വേഗത വർദ്ധിക്കാനായി പോകുക. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ചാട്ടത്തിന്റെ വേഗത വർദ്ധിക്കാനായി പോകുക. ഒരു മലയിൽ നിന്ന് ചാടുന്നത്, ഹല്ലേലൂയ, മറ്റൊരു മലയിലേക്ക് എന്ന വണ്ണം. ഹല്ലേലൂയ. മലകളിലെ മാൻപേടകളുടെ കാലുകളുടെ വേഗത, ഹല്ലേലൂയ, മറ്റൊരു മൃഗത്തിനും ഇല്ലാത്തതുപോലെ ഒരു വേഗതയാണ് മലകളിലെ മാൻപേടയുടേത്. ഹല്ലേലൂയ. സ്തോത്രം. അത് കഴിക്കുന്ന ഭക്ഷണം അതുപോലെ ഉന്നതമായതാണ്. ഹല്ലേലൂയ. അതിന്റെ ഹെൽത്ത് അതുപോലെ ഉന്നതമായതാണ്. ഹല്ലേലൂയ. അത് നിമിത്തം അത് യാത്ര ചെയ്യുന്ന വേഗതയും ഉന്നതമായത് തന്നെയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണം ഈ ഭൂമിയിലെ ഭക്ഷണമല്ല കേട്ടോ. നമ്മൾ ദൈവത്തിങ്കിൽ നിന്ന് ഭക്ഷിക്കുന്നവരാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ, ഹല്ലേലൂയ, ഉന്നതമായത് ഭക്ഷിക്കുന്നവർ, ഉന്നതമായത് പാനം ചെയ്യുന്നവർ, ഹല്ലേലൂയ, ഉന്നതമായി നടകൊള്ളാൻ തുടങ്ങണം. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിന്റെ വേഗത വർദ്ധിക്കും കേട്ടോ. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെ ആത്മാവ് ദൂത് കൈമാറുകയാണ്. കുഞ്ഞേ, നിന്റെ വേഗത വർദ്ധിക്കാനായി പോകുക കേട്ടോ. ശുശ്രൂഷ തലത്തിൽ നിന്റെ വേഗത വർദ്ധിക്കാനായി പോകുക. ഹല്ലേലൂയ. സ്തോത്രം. വേഗത്തിൽ നീ കാര്യങ്ങളെ ചെയ്യാനായി പോകുക. ഇന്നലെ വരെ ഓടിയതുപോലെ അല്ല നീ ഓടാനായി പോകുന്നത്. നിന്റെ ആക്സിലറേഷൻ വർദ്ധിക്കാനായി പോകുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. രഹോബോത്ത് മിനിസ്ട്രി പ്രാർത്ഥിച്ചോ കേട്ടോ. ഹല്ലേലൂയ. ഈ മിനിസ്ട്രി പ്രാർത്ഥിച്ചോ കേട്ടോ, ശക്തമായി. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ കരങ്ങളിലെടുക്കാനായി പോകുക. ഹല്ലേലൂയ. നിങ്ങൾ വേഗത വർദ്ധിക്കുമെന്ന് ആത്മാവിൽ ദൂത് കൈമാറുക കേട്ടോ. ഹല്ലേലൂയ. നിന്നെ കാണുന്നവൻ പേടിക്കുമാറ്. നിന്റെ മുഖം, ഹല്ലേലൂയ, നീ ഈ മിനിസ്ട്രിയുടെ മുഖം മാറാനായി പോകുക. ഹല്ലേലൂയ. സിംഹമുഖമുള്ള ഒരു മുഖം. ഹല്ലേലൂയ. വീരന്മാർക്ക് തുല്യമായ സിംഹമുഖമുള്ള മുഖം. ഹല്ലേലൂയ. മലകളിലെ മാൻപേടകളുടെ കാലുകളുടെ വേഗതയോടെ, ഹല്ലേലൂയ, ദൈവം ഇതിനകത്തുനിന്ന് ചിലരെ എഴുന്നേൽപ്പിക്കാനായി പോകുന്നു. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ പോവുകയാണ്. ഹല്ലേലൂയ. ഇതേ 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ. അതുകൂടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. അവരിൽ ചെറിയവൻ 100 പേർക്ക് മതിയായവൻ, അവരിൽ വലിയവൻ 1000 പേർക്ക് മതിയായവൻ. ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ഈ വീരന്മാരുടെ ഒരു പ്രത്യേകത എന്താണ്? അവരിൽ ചെറിയവൻ. നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങൾ വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ. ചെറിയ കുഞ്ഞുങ്ങൾ വല്ലതും ഉണ്ടോ? എനിക്കൊരു ചെറിയ കുഞ്ഞുണ്ട്. പേര് തിമോത്തി എന്നാ. 1 വയസ്സും 7 മാസം അവന്റെ പ്രായം. ഹല്ലേലൂയ. അവനെ പോലെ ഒന്ന്. ഹല്ലേലൂയ. എത്ര പേരെ ഓടിക്കുമെന്ന് പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ചെറിയ അഭിഷേകം ഉള്ളവൻ 100 പേരെ ഓടിക്കും. ഹല്ലേലൂയ. കുഞ്ഞ്, നിന്നെ ഓടിക്കുമെന്നല്ല, നീ അവരെ ഓടിക്കും. ഹല്ലേലൂയ. ഇതുവരെ ഓടിയെങ്കിൽ നിർത്തിക്കോ, ഓട്ടം നിർത്തിക്കോ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് തൊട്ട് ചിലതിനെ തിരിച്ചോടിക്കാൻ പോവാ. ഹല്ലേലൂയ. ഇന്നലെ വരെ നിന്നെ ഓടിച്ചതിനെ ഇന്ന് രാത്രി മുതൽ നീ തിരികെ ഓടിക്കാനായി പോകുക. ഹല്ലേലൂയ. എത്ര പേര് ആമേൻ പറഞ്ഞ് അതിനെ ഒന്ന് റിസീവ് ചെയ്യും? ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ചെറിയവൻ 100-നെയും, ഹല്ലേലൂയ, വലിയവൻ ഹല്ലേലൂയ 1000-നും മതിയായവൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ ശക്തമായൊരു ഉണർവ് വെളിപ്പെടാനായി പോവുകയാണ്. ഹല്ലേലൂയ. ഇതുവരെ നീ പറഞ്ഞിട്ട് കേൾക്കാത്തവർ, ഹല്ലേലൂയ, സ്തോത്രം, നീ ഒരു വാക്ക് പറയുമ്പോ
സുവിശേഷം കേട്ട് വിശ്വസിച്ച് ഹല്ലേലൂയ യേശുവിൻ്റെതായി മാറാൻ പോകുന്ന സമയം വരാൻ പോവുക. ഹല്ലേലൂയ സ്തോത്രം. കുഞ്ഞെ ഹല്ലേലൂയ, നീ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുമ്പോ ഹല്ലേലൂയ സ്ട്രീറ്റിൽ നിൽക്കുന്നവർ, ഹല്ലേലൂയ അവിടെ ബിസിനസ് ചെയ്യുന്നവർ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവർ, ഹല്ലേലൂയ ജോലിക്ക് നിൽക്കുന്നവർ, ഹല്ലേലൂയ അവിടെ ഭിക്ഷ എടുക്കുന്നവൻ, ഹല്ലേലൂയ ഇങ്ങനെ സകലരുടെ മേലും ദൈവശക്തി വെളിപ്പെട്ടിട്ട് ഹല്ലേലൂയ അവരെല്ലാം അവിടെ നിൽക്കുന്ന നിൽപ്പിൽ ഹല്ലേലൂയ അവർ മാനസാന്തരപ്പെട്ട് നിന്റെ മുൻപിൽ മുട്ടുമടക്കുന്നത് പോലെ ഹല്ലേലൂയ ദൈവശക്തിയുടെ സ്വാധീനത വർദ്ധിക്കാനായി പോവുകയാണ്. ഹല്ലേലൂയ, എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ, അങ്ങനെ ഒരു ആത്മതലമാണ് ഈ കാലഘട്ടത്തിൽ വെളിപ്പെടാനായി പോകുന്നത്. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണല്ലേ, കർത്താവെ ആദിമ നൂറ്റാണ്ടിൽ വെളിപ്പെട്ട അഭിഷേകം, ഹല്ലേലൂയ പെന്തക്കോസ്ത് നാളിൽ ഹല്ലേലൂയ മുൻമഴ പെയ്യിച്ച പരമപിതാവെ പിന്മഴ നൽകുന്ന പ്രാർത്ഥിക്കുന്നില്ലേ, പാടുന്നില്ലേ? ഹല്ലേലൂയ, വിശ്വസിച്ചുകൊണ്ടാണോ കുഞ്ഞെ നീ ഇത് പാടുന്നത്? ഹല്ലേലൂയ, നോക്കിക്കേ, ഒരു പത്രോസ് ഹല്ലേലൂയ എഴുന്നേറ്റ് നിന്ന് ഒരൊറ്റ പ്രസംഗം പ്രസംഗിച്ചപ്പോ 3000 പേര് രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്നെന്ന്. ഹല്ലേലൂയ സ്തോത്രം. അവൻ സ്നാനപ്പെട്ട നിരനിരയായി സ്നാനത്തിനായി അണിനിരന്ന് നിൽക്കുന്ന ഒരു കൂട്ടത്തെ അന്ന് കണ്ടെങ്കിൽ ഹല്ലേലൂയ, കർത്താവിന്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്ന ഈ സമയത്ത്, ഹല്ലേലൂയ എൻ ടൈം ആയിരിക്കുന്ന ഈ സമയത്ത് വെളിപ്പെടാൻ പോകുന്ന ഒരു കൃപയുടെ വലിപ്പം ഞാൻ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ കുഞ്ഞെ, നീ നടന്നു പോകുമ്പോ, നീ ഒരു ബസ്സിനകത്തായിരിക്കുമ്പോ ഹല്ലേലൂയ കൂട്ടമായ മാനസാന്തരങ്ങൾ സംഭവിക്കാനായി പോകുക, ഭൂതങ്ങൾ അലറി വിട്ടുപോകാനായി പോകുക, രോഗികൾ സൗഖ്യമാകാനായി പോകുക, അസാധാരണമായ വിടുതലുകളുടെ കാലഘട്ടമായി ഈ 2025 മാറാനായി പോകുകയാണ്. നിങ്ങൾക്കറിയാമോ, ഹല്ലേലൂയ ഇന്ത്യയുടെ ആദ്യത്തെ ഉണർവ് സ്ത്രീകളിലൂടെയാണ് വെളിപ്പെട്ടത്. ഹല്ലേലൂയ, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഹല്ലേലൂയ, പണ്ഡിറ്റ് രമാഭായി എന്ന് പറയുന്ന ഒരു സാധാരണ സഹോദരി, ചെറിയ വിദ്യാഭ്യാസമുള്ള ഒരു സഹോദരി, ഹല്ലേലൂയ സ്തോത്രം, അവളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥിച്ചു, നിരന്തരമായി പ്രാർത്ഥിച്ചു. സംഭവിച്ചെന്താണെന്നറിയോ? ഹല്ലേലൂയ, സ്ട്രീറ്റ് മുഴുവൻ, ആ പട്ടണം മുഴുവൻ യേശുവിൻ്റെതായി തീർന്നു. ഹല്ലേലൂയ, എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ദൈവമക്കളെ? ഹല്ലേലൂയ, ഞാൻ ഇതിനകത്ത് കയറിയത് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകാനല്ല, ഈ കാലഘട്ടത്തിൽ വെളിപ്പെടാനിരിക്കുന്ന ദൈവശക്തിയെ കുറിച്ച് വിളിച്ചു പറയേണ്ടതിനാണ്. ഹല്ലേലൂയ, ഞാനത് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. സുവിശേഷം കേട്ട് ഹല്ലേലൂയ എനിക്ക് മാത്രം ഒരു വിടുതൽ എന്ന് പറഞ്ഞ് പോകാനല്ല കേട്ടോ. ഹല്ലേലൂയ, മലകളിലെ മാൻപേടകൾക്ക് തുല്യമായ വേഗതയുള്ള സിംഹമുഖമുള്ള ഹല്ലേലൂയ വീരന്മാരെ എഴുന്നേറ്റ് വരണം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. പാപികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുമ്പോ, അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, പലരുടെയും സ്നേഹം തണുത്തു പോകുമ്പോ, പലരുടെയും വിശ്വാസം തീർന്നു പോകുമ്പോ, ഹല്ലേലൂയ വിശ്വാസമുള്ള വീരന്മാരായി, ഹല്ലേലൂയ പരിചയും കുന്തവും എടുപ്പാൻ പ്രാപ്തിയുള്ള വീരന്മാരായി, ഹല്ലേലൂയ അവരിൽ ചെറിയവൻ 100 പേരെയും വലിയവർ 1000 പേരെയും ഓടിക്കുന്ന തലത്തിൽ അഭിഷേകമുള്ളവർ എഴുന്നേറ്റ് വരേണ്ട ടൈമാണിത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക, ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്, ഞാൻ നിങ്ങളെ ആത്മാവിൽ എക്വിപ്പ് ചെയ്യുകയാണ്. ഹല്ലേലൂയ, വീണ് കിടന്നത് മതി കേട്ടോ, എഴുന്നേറ്റ് വാ. ഹല്ലേലൂയ കുഞ്ഞെ, നീ വീണ് കിടന്നത് മതി, നീ എഴുന്നേറ്റ് വാ. ഹല്ലേലൂയ, രക്തത്താൽ ജയമെടുക്കുന്നു. കർത്താവിന് നിന്നെ കുറിച്ച് ഒത്തിരി പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ, കർത്താവിന് നിന്നെ കുറിച്ച് ഒത്തിരി ഹല്ലേലൂയ സ്തോത്ര പദ്ധതികളുണ്ടെന്ന് മറക്കരുത്. ഹല്ലേലൂയ, നിന്നെ കുറിച്ച് ചെറിയ പദ്ധതികളല്ല ദൈവത്തിനുള്ളത്, മറഞ്ഞിരിക്കുന്ന വലിയ പദ്ധതികളുണ്ട്. ഹല്ലേലൂയ, നീ കാല് വെച്ച് തുടങ്ങിക്കോ. ഹല്ലേലൂയ, യേശു ഈ ഭൂമി നടന്നതുപോലെ ഇതിനകത്ത് നിന്ന് നമ്മൾ നടക്കണം. ഹല്ലേലൂയ, 2025 ഈ ഭൂമിയിൽ നാം നടക്കേണ്ടത് എങ്ങനെ ആയിരിക്കണം? യേശുവിന്റെ പ്രതിനിധികളായിട്ടായിരിക്കണം. ഹല്ലേലൂയ, യേശുവിന്റെ അംബാസഡേഴ്സ് ആയിരിക്കണം. യേശു എന്ന സ്വർഗത്തിലായിരിക്കുന്നേ. ഹല്ലേലൂയ, യേശുവിന് പകരക്കാരായി ഭൂമി നടക്കാൻ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ ദൈവമക്കളെ, നമ്മെ ആ കർത്താവ് ഇവിടെ കണ്ടെക്കുന്നേ. ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ എത്ര പേര് ആത്മാവിൽ ഇതിനോട് പ്രതികരിക്കും? കേട്ടിട്ട് പോകാൻ നമുക്ക് എളുപ്പമാണ് കേട്ടോ. ഹല്ലേലൂയ, കേട്ട് മറക്കുന്നവരായി തീരല്ലേ. ഹല്ലേലൂയ, ഇന്ന് ഞാൻ നിങ്ങളെ ആത്മാവിൽ കത്തിക്കുക. ഹല്ലേലൂയ, എനിക്കറിയാം സ്തോത്രം, ഒരു തീ കത്തുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ, എനിക്കറിയാം ഈ പ്ലാറ്റ്ഫോമിനകത്ത് അഗ്നി കത്തുന്നുണ്ട്. ഹല്ലേലൂയ കുഞ്ഞെ, നീയാകുന്ന വിറകിനെ ഈ തീക്കകത്തേക്ക് ഇന്ന് രാത്രി നിനക്ക് പെറുക്കിയിടാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നീ തിരികെ പോകുന്നത് ഒരു വിറക് കൊള്ളിയായിട്ട് നീ വന്നെങ്കിൽ തിരികെ പോകുന്നത് തീക്കൊള്ളിയായിട്ട് നീ പോകും. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ആരോടൊക്കെ ആത്മാവ് ദൂത് കൈമാറുക കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ഹാഷ്മി സിസ്റ്ററേ, ഹല്ലേലൂയ, നിന്റെ വിറക് നീ പെറുക്കി ഈ തീക്കകത്ത് ഇട്ടോ കേട്ടോ. ഈ മീറ്റിംഗ് തീരുന്നതിന് മുൻപ് ഹല്ലേലൂയ വിറക് കൊള്ളിയായിട്ട് നീ വന്നിരുന്നെങ്കിൽ ഹല്ലേലൂയ നീ ഒരു തീക്കൊള്ളിയായി മാറാനായി പോകുക കേട്ടോ. ഹല്ലേലൂയ, നിന്റെ കുടുംബത്തെ നേടേണ്ടതിന്, ഹല്ലേലൂയ നിന്റെ പ്രിയപ്പെട്ടവരെ നേടേണ്ടതിന് ദൈവം നിന്നെ കരത്തിലെടുക്കുന്ന സമയം വരാനായി പോകുക.
ഹാലേലൂയ. ചിലതിലെ അധരങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുന്നു കേട്ടോ. ഹാലേലൂയ. ഇതിനകത്ത് അധരങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുന്നു. അധരങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുന്നു. ഹാലേലൂയ. ഇന്ന് രാത്രിയിൽ അധരങ്ങളെ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയുമെങ്കിൽ കരങ്ങളടിച്ച് ഹല്ലേലൂയ ആത്മനിറവിൽ ഒന്ന് പ്രാർത്ഥിച്ച് ചില മിനിറ്റുകൾ ആത്മനിറവിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ആത്മനിറവിൽ ഒന്ന് പ്രാർത്ഥിച്ച് അസാധാരണ നിയോഗങ്ങൾ ആത്മാവ് കൈമാറുകയാണ്. ഹല്ലേലൂയ. നീ വന്നതുപോലെ പോകത്തില്ല. ഓ, ഒരു നിറവ് വെളിപ്പെടുകയാ. ഹല്ലേലൂയ. പുറത്തു കിടന്ന കൽഭരണികൾ ഹല്ലേലൂയ അകത്ത് വന്ന് നിറഞ്ഞ് വീഞ്ഞുകൊണ്ട് നിറഞ്ഞതുപോലെ, അനേകരെ മധുരിപ്പിച്ചതുപോലെ, അനേകരെ ഹല്ലേലൂയ സ്തോത്രം വീഞ്ഞായി അത് രുചിപ്പിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഇതിനകത്തിരിക്കുന്ന ഡിവൈസുകൾക്കകത്തായിരിക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ കർത്താവ് നിന്നെ മധുരമുള്ളതാക്കി മാറ്റാനായി പോകുക. ഹാഷ്മി സിസ്റ്ററെ ഹല്ലേലൂയ മധുരമുള്ളതാക്കി തീർക്കാനായി പോകുക. ഹല്ലേലൂയ നീ മധുരമുള്ളതായി തീരും. വിരുന്നുകാർക്ക് കൊടുക്കുന്ന വീഞ്ഞ് പോലെ ഹല്ലേലൂയ സ്തോത്രം നിന്നിൽ നിന്ന് നുരച്ചു പൊങ്ങുന്ന ഒരു അഭിഷേകത്തെ ജനറേറ്റ് ചെയ്യാനായി പോകുക. സാമ്പ്രദറെ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. സാമ്പ്രദർ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഇതിനകത്തുനിന്ന് അഭിഷേകമുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. അവരിൽ ചെറിയവൻ 100 പേർക്കും അവരിൽ വലിയവൻ 1000 പേർക്കും മതിയായവൻ. ഹല്ലേലൂയ. സ്തോത്രം. ഈ 2025 പ്രാരംഭ ദിവസം 1-ാം തീയതി കർത്താവിനോട് പറഞ്ഞ് 1-ാം തീയതി ജനത്തോട് ആലപ്പുഴ ലവ് ആൻഡ് ലൈഫ് മിനിസ്ട്രീസ് ചർച്ചിലെ ദൈവമക്കളോട് പറയാൻ കർത്താവ് എനിക്ക് തന്ന ചിന്തയാ. സ്തോത്രം. ഹല്ലേലൂയ. ഈ വർഷം മതിയായൊരു വർഷമായിരിക്കും. ഹല്ലേലൂയ. വാർത്തായിരിക്കും. സ്തോത്രം. വാർത്തായിരിക്കും. എത്ര പേർക്ക് അതറിയാം? ഈ വർഷം മതിയായ വർഷമാണ്. ഈ വർഷം ഹല്ലേലൂയ ഞാൻ മതിയായവനായി തീരുന്നൊരു വർഷമാണ്. ഹല്ലേലൂയ. റിസീവ് ചെയ്യാൻ കഴിയുമോ? ഹല്ലേലൂയ. സ്തോത്രം. ഇന്നലകളിൽ ഞാൻ പോരാത്തവനായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പോരാത്തവനായി തീരത്തില്ല. ഞാൻ എല്ലാത്തിനും മതിയായവനായി തീരും. യെസ്. ഹല്ലേലൂയ. സ്തോത്രം. എനിക്കറിയത്തില്ല എത്ര പേര് റിസീവ് ചെയ്യുന്നുണ്ടെന്ന്. റിസീവ് ചെയ്യാൻ കഴിയുന്നവർക്കായി സ്തോത്രം പറയുക ഞാൻ. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ പ്രവർത്തികൾ ഹല്ലേലൂയ ഒരു നിറവിലേക്ക് വരാൻ പോവാ. ഹല്ലേലൂയ. സ്തോത്രം. നിന്നിൽ നിന്ന് ചിലത് ഒഴുകും കേട്ടോ. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദി ഒഴുകുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ നിന്നിൽ നിന്ന് ഒഴുക്കുകൾ വെളിപ്പെടാനായി പോകുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ 12-ാം അധ്യായം 15-ാം വാക്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. എങ്ങനെയുള്ളവർ? സിംഹമുഖമുള്ളവർ, മലകളിലെ മാൻപേടകളെ വേഗതയുള്ളവർ, അവരിൽ ഒരുവൻ 100 പേർ, അവരിൽ ചെറിയവൻ 100 പേരെയും അവരിൽ വലിയവൻ 1000 പേരെയും ഓടിക്കുന്ന ദാവീദിനോട് കൂടെ നിന്ന സ്തോത്ര ഈ വീരന്മാരെ കുറിച്ചാ പറയുന്നത്. അവരെ എന്ത് ചെയ്തെന്നാ 15-ാം വാക്യത്തിൽ പറയുന്നത്? അവർ 1-ാം മാസത്തിൽ യോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോൾ അതിനെ കടന്നു താഴ്വര നിവാസികളെ ഒക്കെയും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓടിച്ചു. ഹല്ലേലൂയ. ചേർന്ന് രാമൻ പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു നിർത്താൻ പോവാ. ഒരു 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞു നിർത്തും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു. അവർ 1-ാം മാസത്തിൽ, ഏതാ ഈ 1-ാം മാസം? 1-ാം മാസം ഏതാ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന കലണ്ടർ, ഹല്ലേലൂയ ജിസി സിസ്റ്ററെ, നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന കലണ്ടർ ഏതാണെന്നറിയോ? ഹല്ലേലൂയ ഗ്രിഗോറിയൻ കലണ്ടറാണ് അല്ലെ? ഗ്രിഗോറിയൻ കലണ്ടറാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം ഒരു കലണ്ടർ കൊടുത്തായിരുന്നു. ഹല്ലേലൂയ. അറിയോ? വിജയമാൻറ്റി ഒരു കലണ്ടർ ദൈവം കൊടുത്തായിരുന്നു, അറിയാവോ? ഹല്ലേലൂയ. സ്തോത്രം. അറിയാവോ? ദൈവം കൊടുത്തായിരുന്നു ഒരു കലണ്ടർ ഇസ്രായേൽ മക്കൾക്ക്, ദൈവത്തിന്റെ ജനത്തിന് ദൈവം ഒരു കലണ്ടർ കൊടുത്തായിരുന്നു. ഹല്ലേലൂയ. ആ കലണ്ടറിൽ 1-ാമത്തെ മാസം ഏതാണെന്നറിയോ? 1-ാമത്തെ മാസം ആബീബ് മാസം. ആബീബ് മാസം. ഇനി ആബീബ് മാസത്തിന് മറ്റൊരു പേരുണ്ട്, അറിയാവോ? നിസാൻ മാസം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആബീബ് മാസം അല്ലെങ്കിൽ നിസാൻ മാസം. സ്തോത്രം. ഇതാണ് 1-ാം മാസം എന്ന് പറയുന്നത്. ഈ 1-ാം മാസം നമ്മുടെ കലണ്ടറിൽ എവിടെ കിടക്കുന്നതെന്ന് അറിയാവോ? അതായത് നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറയുന്ന ഈ കലണ്ടറിൽ എവിടെ കിടക്കുന്നതെന്ന് പറയാവോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും? സ്തോത്രം. ഞാൻ പറഞ്ഞുതരാം. ഈ മാസം കഴിഞ്ഞ് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചിന്റെ പകുതിയും ഏപ്രിലിന്റെ പകുതിയുമാണ് 1-ാം മാസം. ഹല്ലേലൂയ. ഈ 1-ാം മാസത്തിൽ നിങ്ങൾക്കൊരു കാര്യം അറിയോ? സ്തോത്രം. ഹല്ലേലൂയ. ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഇന്ന് ഇതൊരു പുതുമയായിരിക്കും കേൾക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ ഇന്ന് രാത്രി നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിടുതലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. 1-ാം മാസം എന്ന് പറയുന്നത് സ്തോത്രം മാർച്ചിന്റെ പകുതി തൊട്ട് ഏപ്രിലിന്റെ പകുതി വരെയുള്ള സമയമാണ്. ഈ സമയം നിങ്ങൾക്കറിയാലോ, പ്രത്യേകിച്ച് ഈ ഫെബ്രുവരി ആയപ്പോ തന്നെ ചൂട് കൂടിയോ?
ചൂട് കൂടിയോ? വിജയമാൻഡി ചൂട് കൂടിയോ? സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ? ജിസി സിസ്റ്ററെ ചൂട് കൂടുതലാണല്ലേ? അല്ലെ, ചൂട് കൂടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ മാർച്ചിലും ഏപ്രിലും അവസ്ഥ എന്തായിരിക്കും? ചൂട് കൂടുതലായിരിക്കും അല്ലേ? ഭയങ്കര ചൂടായിരിക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈ ഭയങ്കര ചൂടുള്ള സമയമാണ് 1-ാം മാസം യഹൂദന്മാർക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര ചൂടുള്ള സമയം 1-ാം മാസം. ആ സമയത്താണ് കൊയ്ത്തിന്റെ സമയം. ഏതാ? 1-ാം മാസത്തിലാണ് എന്ത് നടക്കുന്നത്? കൊയ്ത്തിന്റെ സമയം. ഈ ചൂടുള്ള സമയത്ത് യോർദാനിൽ ഒരു പ്രത്യേകത ഉണ്ടാവും. യോർദാനിൽ എന്താണെന്നറിയോ? ആ സമയത്ത് നല്ല ചൂടായി നിൽക്കുമ്പോൾ മഴ പെയ്യും. മഴ മാത്രമല്ല പെയ്യുന്നത്, പിന്നെ എന്ത് സംഭവിക്കുന്നറിയോ? ഹെർമോൻ പർവ്വതത്തിൽ നിന്നാണ് യോർദാന്റെ ഉത്ഭവം. ഹെർമോൻ പർവ്വതത്തിൽ ഈ ഫെബ്രുവരി മാസം വരെ നിറഞ്ഞു നിന്ന മഞ്ഞെല്ലാം കൂടെ ഉരുകാൻ തുടങ്ങും. മഞ്ഞെല്ലാം കൂടെ ഉരുകി എവിടെ വരുമെന്നറിയോ? യോർദാനിൽ വരും. യോർദാനിലേക്ക് ഈ മഞ്ഞ് വരും, മഴയും വരും. രണ്ടും കൂടെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയോ? യോർദാന്റെ തീരമെല്ലാം കരകവിഞ്ഞൊഴുകും. പിടികിട്ടുന്നുണ്ടോ? നമ്മൾ കണ്ടതല്ലേ പ്രളയ സമയത്ത്? സ്തോത്രം. മീനച്ചിലാറും ഹല്ലേലൂയ നമ്മുടെ പമ്പയും ഒക്കെ എങ്ങനെ ഒഴുകിയത്? സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് തോന്നിയതുപോലെ ഒഴുകിയത് അല്ലേ? ഹല്ലേലൂയ. നമ്മുടെ പല വിശ്വാസികൾ നടക്കുന്നത് പോലെയാണ് മീനച്ചിലാറും പമ്പയൊക്കെ അന്ന് ഒഴുകിയത്. ഹല്ലേലൂയ. സ്തോത്രം. അവരെന്ത് ചെയ്തു? വീടുകളിലൂടെ ഒഴുകി, സ്തോത്രം, കാടുകളിലൂടെ ഒഴുകി, അവർക്ക് തോന്നിയ വഴികളിലൂടെയൊക്കെ ഒഴുകി അല്ലെ പ്രളയം വന്നപ്പോ. ഹല്ലേലൂയ. അതുപോലെയാണ് എന്ത് സംഭവിച്ചതെന്നറിയോ? യോർദാൻ കരകവിഞ്ഞൊഴുകാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. സ്തോത്രം. 1-ാം മാസത്തിൽ യോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോൾ ഹെർമോൻ പർവ്വതത്തിൽ നിന്ന് മഞ്ഞൊഴുകി വന്നിട്ട് ആ വെള്ളം മുഴുവൻ ഈ യോർദാനിലേക്ക് വന്നിട്ട് മഴ നിമിത്തം പെയ്ത വെള്ളവും കൂടെ വന്നിട്ട് യോർദാന് താങ്ങാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. യോർദാൻ എന്ത് ചെയ്തു? എല്ലാ വർഷവും ഇത് തന്നെ അവസ്ഥ. എല്ലാ വർഷവും ഇത് തന്നെ അവസ്ഥ. ഇസ്രായേൽ മക്കൾ കൃഷി ചെയ്തു വെക്കും, കൃഷി മുഴുവൻ യോർദാൻ കൊണ്ടുപോകും. യോർദാൻ കൊണ്ടുപോകാത്തത് അക്കരെയുള്ള ശത്രു രാജ്യങ്ങൾ നശിപ്പിച്ചു കളയും. യോ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളുടെ അവസ്ഥ എന്നാലോചിച്ച് ചോദിക്കല്ലേ? ഹല്ലേലൂയ. എന്നാൽ ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്ന വീരന്മാർ, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. 1-ാം മാസത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. യോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോൾ തന്നെ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിനക്ക് പ്രശ്നമുള്ളപ്പോ ഒതുങ്ങിയിരിക്കണമെന്നല്ല. പ്രശ്നമുള്ളപ്പോ തന്നെ അഭിഷിക്തൻ ഹല്ലേലൂയ പ്രശ്നത്തിന്റെ മുകളിൽ ചാടിക്കടക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. പ്രശ്നത്തെ കവച്ചു വെക്കുന്നവനാണ് ദൈവദാസൻ. ഹല്ലേലൂയ. പ്രശ്നം വരുമ്പോ പതുങ്ങിയിരിക്കുന്നവനല്ല ദൈവത്തിന്റെ പൈതൽ. ഹല്ലേലൂയ. അഭിഷേക തൈലം നിന്റെ ശിരസിന്റെ മേൽ വീണതാണെങ്കിൽ, ഹല്ലേലൂയ, മരണ യോർദാനെ, കരകവിഞ്ഞൊഴുകുന്ന യോർദാനെ ക്രോസ് ചെയ്ത് പോകാനുള്ള അഭിഷേകം നിന്റെ മേൽ ഉണ്ടെന്ന് തിരിച്ചറിയുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ കാലുവയ്ക്ക്. ഹല്ലേലൂയ. യോർദാൻ കവിഞ്ഞൊഴുകുമ്പോൾ, കരകവിഞ്ഞൊഴുകുമ്പോൾ അതിനെ മീതെ നടന്ന് മറുകര കടക്കാൻ അസാധാരണമായ ഒരു ആത്മബലം ഇന്ന് രാത്രിയിൽ ആരുടെയൊക്കെ മേൽ ആത്മാവ് പകരുകയാണ്. എത്ര പേർക്ക് ഇതിന്റെ ആഴം മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ആരാധിക്കാൻ കഴിയുന്നവർ ആരാധിച്ച് ഈ ദൂതിനെ റിസീവ് ചെയ്തോ കേട്ടോ. ഹല്ലേലൂയ. നിനക്ക് പ്രശ്നമില്ലാത്തപ്പോഴല്ല കേട്ടോ, നിന്റെ പ്രശ്നം കൊടുമ്പുരി കൊണ്ടിരിക്കുമ്പോ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നം കൊടുമ്പുരി കൊണ്ടിരിക്കുമ്പോ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ഫാമിലിക്കകത്ത്, ഹല്ലേലൂയ, ഈ മാസം വിഷയങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, നീ അതിനകത്ത് വീഴുമെന്നല്ല, നീ അതിനകത്ത് ഒഴുകിപ്പോകുമെന്നല്ല, നീ അതിനെ കരകയറ്റാൻ പോവുകയാണ്, നീ അതിന്റെ അപ്പുറം കടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ തോളത്ത് നിന്റെ കുടുംബത്തെയും എടുത്തു വെച്ച് നീ മറുകര കടക്കും കേട്ടോ. ഹല്ലേലൂയ. അഭിഷിക്തന്മാരെ, നിന്റെ മിനിസ്ട്രിയെ നീ തോളത്ത് വെച്ച്, ഹല്ലേലൂയ, നീ മറുകര കടക്കും കേട്ടോ. വിഷയം നിന്നെ മുക്കിക്കളയത്തില്ല. വചനം പറയുന്നു, പെരുവെള്ളം നിന്നെ മുക്കിക്കളയത്തില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിച്ചു കളയത്തില്ല. സിംഹത്തിന്റെ വായടച്ചവൻ, തീയുടെ ബലത്തെ കെടുത്തിയവൻ, ഹല്ലേലൂയ, വെള്ളത്തിനകത്ത് മുങ്ങിപ്പോകാതെ വണ്ണം വെള്ളത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ രാത്രി? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ദേ നോക്കിക്കേ, സ്തോത്രം. അവർ 1-ാം മാസത്തിൽ, 1-ാം മാസത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞതാ അല്ലെ? 1-ാം മാസത്തിൽ യോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോൾ തന്നെ അതിനെ കടന്നു. തീർന്നില്ല, അതിനെ കടന്നു എന്ന് മാത്രമല്ല, താഴ്വരയിൽ, സ്തോത്രം, എണ്ണമറ്റ് കിടക്കുന്ന, ഹല്ലേലൂയ, എണ്ണിക്കൂടാതെ കിടക്കുന്ന താഴ്വര നിവാസികളെ,
ഇവര് ഇത്രയും പേര് കൂടെ ഓടിച്ചു കളഞ്ഞെന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അവിടെ മുന്നേ നമ്മൾ കണ്ടു, അവരിൽ ഒരുവൻ 100 പേരെയും, ചെറിയവൻ 100 പേരെയും, വലിയവൻ 1000 പേരെ ഓടിക്കുമെന്ന്. അത് വെറും പറച്ചിലായിരുന്നോ? അല്ല. അല്ലേ? അത് വെറും പറച്ചിലായിരുന്നോ? അല്ല. സ്തോത്രം. നീ കേട്ട ദൂതുകളില്ലേ, വാഗ്ദത്തങ്ങളില്ലേ, അത് ദൂതുകളായും വാഗ്ദത്തങ്ങളുമായി ഇരിക്കത്തില്ല. നീ അപ്പുറം കടക്കുക മാത്രമല്ല, സ്തോത്രം, നീ ഓടിക്കുമെന്ന് പറഞ്ഞാൽ ഓടിച്ചിരിക്കും. ഹല്ലേലൂയ. വിജയമാൻഡി, ഹല്ലേലൂയ, ഓടിക്കുമെന്ന് പറഞ്ഞാൽ ഓടിച്ചിരിക്കും. അല്ലെ? അത് പ്രവൃത്തി പദത്തിലേക്ക് എത്താൻ പോവാ കേട്ടോ. ഇന്ന് കേട്ട ദൂത്, ഇന്നലെ കേട്ട വാഗ്ദത്തങ്ങൾ, അത് പ്രവൃത്തി പദത്തിലേക്ക് എത്താൻ പോവാ. ഹല്ലേലൂയ. നിങ്ങളിൽ ചെറിയവൻ 100 പേരെയും വലിയവൻ 1000 പേരെ ഓടിക്കുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് മാറ്റമില്ലാതെ അങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. അതിനെ കടന്ന് താഴ്വര നിവാസികളെ ഒക്കെയും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓടിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എനിക്ക് ഇനിയും കുറച്ചുകൂടെ സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ സ്തോത്രം, ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഹല്ലേലൂയ. ഒത്തിരി നേരമായി അല്ലേ? സ്തോത്രം. ഇവിടെ അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, 22-ാം വാക്യത്തിൽ നമുക്കവിടെ കാണാം, ദാവീദിനെ സഹായിക്കേണ്ടതിന് ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യം ആയിത്തീർന്നെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലെങ്കിൽ, ആരെങ്കിലുമൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയെങ്കിൽ ഓർത്തോണം, നീ അഭിഷിക്തനാണോ, നിന്നെ സഹായിക്കാൻ ആള് വരും. ഹല്ലേലൂയ. നിന്റെ കൂടെ നിൽക്കാൻ ആള് വരും. അതെങ്ങനെ ആയിത്തീരുമെന്നറിയോ? ഹല്ലേലൂയ, സ്തോത്രം. അത് ദൈവത്തിന്റെ സൈന്യം പോലൊരു ദൈവത്തിന്റെ സൈന്യം പോലൊരു സൈന്യമായി തീരുമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ചെറിയ കാര്യങ്ങളൊന്നും ചിന്തിക്കല്ലേ. ഹല്ലേലൂയ. നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവം വലിയ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ സേവിക്കുന്നത് വിഗ്രഹങ്ങളെ അല്ലല്ലോ. ഹല്ലേലൂയ. ആ ദൈവത്തിന് ജയിപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ. ആ ദൈവത്തിന് നമ്മളെ ജയിപ്പിക്കാൻ കഴിയും. ദാവീദേ, സ്തോത്രം, നീ ചെറുപ്പമായിരുന്നപ്പോൾ നിന്റെ മേളിൽ വീണ അഭിഷേകമില്ലേ? ഹല്ലേലൂയ. ആ അഭിഷേക നിമിത്തം, പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകുന്ന എഴുതിയിരിക്കുന്നത് പോലെ, ആ അഭിഷേക നിമിത്തം നീ രാജ്യങ്ങളെ കീഴടക്കും. ഹല്ലേലൂയ. നിന്റെ മുൻപിൽ ഒന്നിനും നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിന്റെ മുൻപിൽ, സ്തോത്രം, ഹല്ലേലൂയ, സിംഹത്തിന് നിൽക്കാൻ കഴിയത്തില്ല. നിന്റെ മുൻപിൽ, ഹല്ലേലൂയ, കരടിക്ക് നിൽക്കാൻ കഴിയത്തില്ല. നിന്റെ മുൻപിൽ ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിന് നിൽക്കാൻ കഴിയത്തില്ല. ഒരു സൈന്യത്തിനും നിന്റെ മുൻപിൽ നിൽക്കാൻ കഴിയത്തില്ലെന്ന് മാത്രമല്ല, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ കൂടെ നിൽക്കേണ്ടതിന് ദൈവം ഒരു സൈന്യത്തെ ഉളവാക്കി തരും. ഹല്ലേലൂയ. ആ സൈന്യം എങ്ങനെയുള്ള സൈന്യമാണെന്നറിയാമോ? അത് ദൈവത്തിന്റെ സൈന്യം പോലൊരു സൈന്യമായിരിക്കും. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഒരു ഉണർവിന്റെ കാലഘട്ടം വെളിപ്പെടാനായി പോകുകയാണ്. ഹല്ലേലൂയ. അതിനകത്ത് ഞാൻ ഉണ്ടാകണം. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കാമോ? കർത്താവെ, എന്നെ കടന്നു പോകരുത്, ഉണർവിനകത്തുകൂടെ സഞ്ചരിപ്പാൻ എന്നെ സഹായിക്കണം. എന്റെ കാലഘട്ടത്തിൽ തന്നെ കർത്താവെ ഒരു ഉണർവ് അങ്ങ് അയക്കണം എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. കർത്താവെ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ആത്മാവിൽ ഞങ്ങൾ ഒന്നിച്ച് ഉണരുകയാണ്. കർത്താവ്, ഞങ്ങളുടെ മേൽ കിടക്കുന്ന ബലത്തെ, ഞങ്ങളുടെ മേൽ കിടക്കുന്ന അഭിഷേക തൈലത്തിന്റെ ശക്തിയെ ഞങ്ങൾ തിരിച്ചറിയുകയാണ്. സ്തോത്രം. മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു ഞങ്ങളുടെ കൂടെ ഉണ്ട്. പരിശുദ്ധാത്മാവ്, സകലം നന്നായി ചെയ്യാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള എല്ലാ തകർച്ചകളെയും ക്രോസ് ചെയ്ത്, ഈ ലോകത്തിലുള്ള എല്ലാ ശാപശക്തികളെയും ക്രോസ് ചെയ്ത്, എല്ലാ നരകശക്തികളെയും ക്രോസ് ചെയ്ത്, കർത്താവെ, നശിച്ചു പോകുന്ന തലമുറകളെ ജീവനിലേക്ക് തിരികെ പിടിക്കാനുള്ള അഭിഷേകവുമായി എഴുന്നേൽക്കാൻ ഈ ജനത്തെ സഹായിക്കണം. അടിയനെ സഹായിക്കണം. കൃപയ്ക്കകത്ത് മറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.